സുന്നി ആശയാദർശങ്ങളെ പ്രൗഢമായി വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ അഭിമാനഭാജനമായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് നമ്മെ അഭിസംബോധനം ചെയ്യുകയാണ്. അതിന്റെ മുമ്പ് ഒറ്റ കാസറ്റ് പ്രഭാഷണം ഇവിടെ നിർവഹിക്കാനുള്ളത്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രഭാഷകനാണല്ലോ ബഹുമാനപ്പെട്ട സിൻസാറുൽ ഹഖ് ഹുദവി ഉസ്താദ്. അദ്ദേഹം ഈയിടെ ഇന്നത്തെ വർത്തമാനകാലത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ലയുടെ പബ്ലിഷിംഗ് ബ്യൂറോയായ മുഅല്ലിം സെന്റർ പുറത്തിറക്കിയ കാസറ്റിന്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അധികാരം, ബാധ്യത എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൊയ്തു ഹാജിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെയും മൊയ്തു ഹാജിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു കാസറ്റ് സിൻസാറുൽ ഹഖ് ഹുദവിയോട് തന്നെ മുസ്ലിം മഹിളകളോട് പറയാനുള്ളത് എന്ന വളരെ പ്രൗഢമായൊരു വിഷയം. ഈ ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തോടി നടന്ന ബഹുമാനപ്പെട്ട നടുവിലേരിക്കണ്ട് മുഹമ്മദ് ഹാജിക്ക, ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കർ ഹാജിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. രണ്ടാളുകളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. 160 രൂപ വിലയുള്ള ഈ രണ്ട് സീഡികൾ നമ്മുടെ സമ്മേളന നഗരിയിൽ വെറും 100 രൂപക്ക് വിൽപ്പനക്കുണ്ട് എന്ന വിവരവും കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം ഗൾഫ് സുഹൃത്തുക്കളുടെയൊക്കെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വീക്ഷിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സൈബർ വിങ്ങിന്റെ KICR-ലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളെയും അതുപോലെ ബഹുമാനപ്പെട്ട സമദ് സാഹിബിന്റെ കേസറ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഅല്ലിം സെന്ററിന്റെ ഭാരവാഹികളെയൊക്കെ വളരെ സന്തോഷപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങളെ ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട PK മുഹമ്മദ് ഹാജി അടക്കം ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവസാനം ദുആ കൂടി ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തി സമദ് സാഹിബിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى به عليما. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم فإنه من يعش منكم من بعدي فسيرى اختلافا كثيرا. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥരായ ഉസ്താദ്, ഇവിടെ പ്രാർത്ഥന നിർവഹിക്കേണ്ടിയിരുന്ന ആശംസാ പ്രഭാഷണം നിർവഹിച്ച IK അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട M ചേക്കുട്ടി ഹാജി,
വേദിയിലുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സമയമായതുകൊണ്ട് നേരിട്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഈ പരിപാടി സംഘടിപ്പിച്ച റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ബഹുമാന്യരായ ഭാരവാഹികളെ ആമുഖമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ആദർശ സമ്മേളനത്തോട് സ്വീകരിക്കുകയും ഇതിന്റെ വിജയത്തിനു വേണ്ടി നയം ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന എല്ലാ ആളുകളും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദന പ്രവർത്തനമായതുകൊണ്ട് ഇതൊരു ദഅവത്തിന്റെ മജ്ലിസും കൂടിയാണ്. ഈ മഹത്തായ സഭയെ നോക്കിക്കാണേണ്ടത് ഇസ്ലാമിക ദഅവത്തിന്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ മാത്രമാണെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സംഘടന വളർത്തുവാനോ പക്ഷപാതിത്വങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിഹത്യ നടത്തുവാനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരും എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നവരുമൊക്കെ വൈരനിര്യാതന ബുദ്ധി മാറ്റിവെച്ചുകൊണ്ട് വസ്തുതയെ സമീപിക്കാൻ മനസ്സ് തുറക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്ത് എക്കാലത്തും നിലനിർത്തിയത് വിശുദ്ധരായ ആത്മാക്കളെ കൊണ്ടാണ് എന്ന് ചരിത്ര സത്യം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ദീനിയായ ചിന്തകൾ പങ്കുവെക്കുവാനും പ്രബോധന പ്രവർത്തനം നിർവഹിക്കുവാനും കഴിയും. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായാന്തരം ഉണ്ടാകുമ്പോൾ ഭിന്ന വീക്ഷണങ്ങൾ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ എന്തു ചെയ്യണം എന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, ഫൈൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. നീണ്ട ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു, എന്റെ വിടപറയലിനു ശേഷം നിങ്ങൾ പിന്നീട് ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും, ദീനിൽ അഭിപ്രായമുണ്ടാകും എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം എന്നുകൂടി പഠിപ്പിച്ചുകൊണ്ടാണ് നബി തങ്ങൾ കടന്നുപോയത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വിശദീകരിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാചകം, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. ഇവിടെ 2-3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അന്വേഷണം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞില്ല? അത് പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ പ്രകടമായ അഭിപ്രായ വ്യത്യാസം ആർക്കും കൊണ്ടുവരിക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നവീന ചിന്താഗതിക്കാർ നമ്മുടെ സമൂഹത്തിൽ ഖുർആനെക്കുറിച്ചല്ല തർക്കിക്കുക, പല ഹദീസുകളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ചുരുക്കുകയല്ല ചെയ്തത്. എന്റെ സുന്നത്ത് മാത്രം നിങ്ങൾ മുറുകെ പിടിച്ചാൽ പോരാ, സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, സന്മാർഗദർശികളായ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ചര്യവും നിങ്ങൾ മുറുകെ പിടിക്കണം. നബി തങ്ങളെ വാക്ക് പോലെ പുണ്യ സ്വഹാബത്തിന്റെ വാക്ക് നമ്മൾ കാണണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പോലെ, തിരുസുന്നത്ത് പോലെ, പുണ്യ സ്വഹാബത്തിന്റെ ഏകോപനം പോലെ മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വഗാമികളെ അനുസരിക്കണമെന്നാണ് കൃത്യമായ ആ വചനത്തിലുള്ളത്. അതുതന്നെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ആരോപണങ്ങൾക്കും വിധേയമാകും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. അള്ളൂ അലൈഹ തമസ്സകൂ ബിഹ, 2 പദം ഉപയോഗിച്ചു. തമസ്സകൂ ബിഹ, നിങ്ങൾ ഒരിക്കലും മുറുകെ പിടിക്കണം. പോരാ, അള്ളൂ അലൈഹ ബിൻ നവാജ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് പറഞ്ഞത്. എതിർപ്പുകളുടെ രൂക്ഷതയാണ് ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നത്. അത്രമാത്രം എതിർപ്പുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണത്തിന് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഈ അഭിപ്രായാന്തരങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നിഷ്പക്ഷ ബുദ്ധിയെ ചിന്തിച്ചു നോക്ക്. വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുവെങ്കിൽ അതിന്റെ മുമ്പേ പരിശുദ്ധ ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മാലിക് ബിൻ ദിനാർ തങ്ങളും സംഘവും കേരളത്തിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്.
മുസ്ലിം സഞ്ചാരികൾ കടന്നു വന്നിട്ടുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വ്യാപകമല്ല. എന്നാൽ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘം വന്നതോടുകൂടി ഇസ്ലാമിന്റെ പ്രവർത്തനം അതുപോലെ പ്രബോധനം വ്യാപകമായി. അവർ വന്നുകൊണ്ട് ജനസമൂഹത്തിൽ ജനകീയ പ്രബോധനം നിർവഹിച്ചു. ഏതാണ്ട് 10ഓളം പള്ളികൾ നിർമ്മിക്കുകയും ആ പള്ളികളിൽ അവർ ഖാദിമാരെ നിയമിക്കുകയും ചെയ്തു. ഈ ഖാദിമാർ ജനസമൂഹത്തിന് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മുടെ കേരളത്തിൽ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നാം ഇപ്പോൾ സംസാരിക്കുന്നത് കൊയിലാണ്ടിക്കടുത്ത തിക്കോടിയിലല്ലേ, പയ്യോളി. ഇതിന്റെ തൊട്ടപ്പുറത്ത് നോക്കൂ, ചാലിയം എന്ന പ്രദേശം നമ്മുടെ ഈ ജില്ലയിലാണ്, കോഴിക്കോട്ടാണ്. ചാലിയത്ത് നിർമ്മിച്ച പള്ളി വളരെ പുരാതന പള്ളിയാണ്. അവിടെ പള്ളി നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല ആണ്. ഞാൻ ഈ പറയുന്ന വസ്തുത നിങ്ങൾക്ക് നിർത്തിയായി മനസ്സിലാക്കണം. മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല പള്ളി നിർമ്മിച്ച് പള്ളിയിൽ അദ്ദേഹം ഖാദിയായി നിയമിച്ചത് തന്റെ പൗത്രനായ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൗത്രൻ സൈനുദ്ദീൻ ഇബ്നു മദനി എന്ന് പറയുന്ന മഹാനെയാണ്. മുഹമ്മദ് ഇബ്നു മാലിക് ഇബ്നു മദനി എന്നും ചരിത്ര പുസ്തകത്തിൽ കാണും, രണ്ടും ഒന്ന് തന്നെയാണ്. തന്റെ പേരക്കുട്ടിയെ ഖാദിയാക്കി വെച്ചു. അദ്ദേഹമാണ് കോഴിക്കോട് ഖാദി പരമ്പരയുടെ തലപ്പത്ത് ആദ്യമായി കോഴിക്കോട്ട് ഒരു ഖാദിയെ നമ്മൾ കാണുന്നത്. ആ ഖാദി പരമ്പരയിലൂടെ കോഴിക്കോട്ട് ദീൻ നിലനിന്നു എന്നത് ചരിത്രമാണ്. ആ ഖാദി പരമ്പരയിൽ കോഴിക്കോട്ട് പ്രോജ്വലരായ ഖാദിമാർ വന്നിട്ടുണ്ട്. മൊഹീദ്ദീൻമാരുടെ കർത്താവായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അതിൽപ്പെട്ട വലിയൊരു മഹാനാണ്. കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാദി തത്തുല്യനായ പ്രഗൽഭനായ ഒരു, ഫഖറുദ്ദീൻ റമദാനി ഷാലിയാത്തി തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഖാദിയാണ്. ഈ ഫഖറുദ്ദീൻ റമദാൻ ഷാലിയാത്തി തങ്ങൾ കോഴിക്കോട്ട് ദർസ് നടത്തുമ്പോഴാണ് ഒന്നാമത്തെ മഖ്ദൂം കിതാബ് ഓതി പഠിക്കാൻ അവിടെ വരുന്നത്. ആ മഖ്ദൂം അവിടുന്ന് പഠിച്ചിട്ടാണ് പിന്നെ വിദേശത്ത് പോയത്. അദ്ദേഹമാണ് അൽ അസ്ഹറിൽ ആദ്യമായി മലയാളക്കരയിൽ നിന്ന് പോയി ബിരുദമെടുത്ത് വന്ന മഹാപണ്ഡിതൻ. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി വിപുലമായ ഒരു ദർസ് സമ്പ്രദായം പൊന്നാനിയിൽ ആരംഭിച്ചത്. അവിടെ നിന്ന് വിളക്കത്തിരുത്തി സനത് കൊടുത്തുകൊണ്ടാണ് ഇക്കണ്ട പണ്ഡിതന്മാരെ മുഴുവൻ വാർത്തെടുക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിച്ചത്. ഇവിടെ ഈ ദീൻ പ്രചരിച്ചത് ഈ പണ്ഡിതന്മാരുടെ സേവനത്തിനെ കൊണ്ടാണ് എന്നതിൽ തർക്കമില്ലല്ലോ. ഈ പണ്ഡിതന്മാർ ദീൻ പഠിച്ചത് അവരുടെ ഗുരുവഴി പൊന്നാനി മഖ്ദൂമിൽ നിന്ന്, മഖ്ദൂമും ദീൻ പഠിച്ചത് കോഴിക്കോട്ടെ ഖാദിയിൽ നിന്ന്. ആ ഖാദിമാരെ തലപ്പത്ത് സൈനുദ്ദീൻ മദനി തങ്ങൾ, അദ്ദേഹം കടന്നു വന്നതോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കയ്യിൽ നിന്ന് ദീൻ കൊണ്ടുവന്ന വഴിക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ദീനിന്റെ വന്ന വഴിയാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ പാരമ്പര്യം കൃത്യമായി മനസ്സിലാക്കണം. ഈ പള്ളിയും പള്ളി ദർസും കേരളത്തിന് ചൈതന്യം കൊടുത്തു എന്നത് ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ കേരളത്തിൽ 14-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായമനുസരിച്ച് 6 തവണ സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയുടെ കടന്നുവരും. ഇബ്നു ബത്തൂത്ത ഇവിടെ ദർസ് കണ്ടു എന്ന് പറയുന്നു, ദർസിലെ കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നു. മാടായി പള്ളിയിലെ മംഗലാപുരത്തെ ദർസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. AD 1343 അദ്ദേഹത്തിന്റെ കടന്നുവരവ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല ഗ്രന്ഥങ്ങളും എഴുതി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് റിഹ്ല. അതുപോലെ തന്നെ തുഹ്ഫത്തുൻ നുള്ളാർ ഫി ഒറായിബിൽ അംസാരി വ അജായിബിൽ അസ്ഫാർ. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ശരിക്കും ദർസുകളെക്കുറിച്ചും ഈ കടന്നുവരവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. മൊറോക്കോയിൽ നിന്നും കടന്നുവന്ന അദ്ദേഹം ഇന്ന് മൊറോക്കോയിലെ തൊഞ്ച എന്ന സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇബ്നു ബത്തൂത്ത ഹിജറ വർഷം 779 അദ്ദേഹം മരണപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം രേഖപ്പെടുത്തിയതനുസരിച്ചുകൊണ്ട് ഈ പള്ളി ദർസുകളാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക ചൈതന്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിച്ചത്. മഖ്ദൂമിങ്ങളെ പള്ളി ദർസിൽ നിന്ന് പഠിച്ച ആളുകളാണ് ദീൻ ഇവിടെ പ്രചരിപ്പിച്ചത്. ആ ദീനി പ്രചരണം, പ്രബോധനം, പ്രചരണം അത് ചരിത്രത്തിൽ അതിപ്രധാനമാണ്. ഒരു കവി എഴുതിയതുപോലെ ദീനിന്റെ ശരിയായ അടിത്തറ പള്ളി ദർസിലാണ്. അസാസു ഇൽമിദ്ദീനി ദർസുൽ മസ്ജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു. വസാസു ഇൽമിദ്ദീനി ദർസുലെ ദർസാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അസാസ്. മിൻഹു തഖദ്ദുമു അതുകൊണ്ടാണ് നമുക്ക് പുരോഗതി കൈവന്നത്, വന്നമാ വളർച്ചയും വതമാ പരിപൂർണതയും. അത് എവിടുന്ന് വന്നതാ? അത് കടന്നു വന്ന വരവ് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. മഖ്ദൂമി പാരമ്പര്യമാണ്, അതിന്റെയും അപ്പുറത്തുമായ സുഫത്തിന്റെ അഹ്ലുകാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് നാന്ദി കുറിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
അപ്പൊ റസൂലിന് എങ്ങനെ ദീൻ പഠിപ്പിച്ചു കൊടുത്തത്? അതുപോലെ ദീൻ പഠിപ്പിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. അള്ളാന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ ദീൻ പഠിപ്പിച്ചു മഖ്ദൂമികളെ കയ്യിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളും അങ്ങനെ തന്നെ പഠിപ്പിച്ചു. ഈ ദർസി സമ്പ്രദായം തന്നെ ഒരു ഇത്തിബാ ആണ് അതിപ്രധാനമായ ഘടകം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഇത്തിബാ രീതി അനുസരിച്ചുകൊണ്ട് ദർസിൽ കുട്ടികളെ നിർത്തി പഠിപ്പിച്ച് ദീൻ പകർന്നു കൊടുത്ത് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ഈ അക്കാദമിക പ്രബോധനം ശരിക്കും ജനകീയവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ നിരവധി ദർസുകൾക്ക് നേതൃത്വം കൊടുക്കുകയും നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും മതപ്രഭാഷണങ്ങളും മതപ്രബോധന വേദികളും ജുമുഅ ഖുതുബയും പള്ളിയിലെ പ്രസംഗവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ദീനി ചൈതന്യാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ഒരു നാട്ടിലെ ഒരു സാധാരണക്കാരന് ദീനി വിഷയത്തിൽ സംശയം വന്നാൽ പള്ളിയിൽ പോയി ചോദിച്ചാൽ വിഷയം തീരും. ആ ഒരു അവസ്ഥാവിശേഷം ഒക്കെ മൂലകളിൽ ഉണ്ടാക്കാൻ മഖ്ദൂമി പാരമ്പര്യത്തിന് കഴിഞ്ഞു. ആ പാരമ്പര്യം അതിപ്രധാനമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബോധ്യമാകും. ഈ മഖ്ദൂമി പാരമ്പര്യത്തിൽ ചരിത്ര പ്രസിദ്ധനായ 2 മഖ്ദൂമുമാരാണ് പ്രധാനം. മഖ്ദൂമുമാർ ഒന്നല്ല രണ്ടല്ല നിരവധിയുണ്ട്. 2 മഖ്ദൂമുമാരുടെ കാലഘട്ടമാണ് ചരിത്രത്തിൽ അതിപ്രധാനമായി കാണുന്നത്. അതിൽ രണ്ടാമത്തെ മഖ്ദൂം ഹിജ്റ 991 മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മഖ്ദൂമി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നതയുണ്ടാക്കിയ ഈ ചിന്താഗതിയുടെ തുടക്കം കുറിക്കുന്നത്. അതിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ. തെറ്റിദ്ധരിക്കരുത്, വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല, ചരിത്രം പറയുകയാണ്. ചരിത്ര ബോധമുള്ളവർ ഉൾക്കൊള്ളണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് ഹിജ്റ 1111. മഖ്ദൂം രണ്ടാമൻ മരിച്ചുപോയ 991 എന്ന് പറഞ്ഞാൽ മഖ്ദൂമിന്റെ മരണത്തിന് ശേഷം 2ാം മഖ്ദൂമിന്റെ കാലഘട്ടത്തിന് ശേഷം 120 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ജനിക്കുന്നത് തന്നെ. വൈകി ജനിച്ചത് അദ്ദേഹത്തിന്റെ കുറ്റമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് കേരളത്തിൽ ദീൻ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇയാളുടെ ജനനത്തിന്റെ മുമ്പ് തന്നെ കേരളം ദീനിയായി പ്രബലവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാശയം ആവശ്യമില്ലാത്ത വിധം ശരിയായ ഇത്തിബാഇലൂടെ അഹ്ലുസുഫക്ക് റസൂലുള്ളാഹി തങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുത്ത പോലെ മുതഅല്ലിമീങ്ങൾക്ക് ഗുരുനാഥന്മാർ ദീൻ പഠിപ്പിക്കുന്ന രീതി സമ്പന്നവും സമ്പുഷ്ടവുമായി ഈ കൊച്ചു കേരളത്തിന്റെ നാനാഭാഗത്തും നിലനിർത്തിക്കൊണ്ടാണ് മഖ്ദൂമിങ്ങൾ കടന്നുപോയത് എന്ന് ചരിത്രം പറയും. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ചെല്ലുമ്പോൾ 1921 കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഭിന്നവീക്ഷണം കടന്നു വരുന്നത്. അതും എങ്ങനെ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്ത ഏറ്റുപിടിച്ച ജമാലുദ്ദീൻ അഫ്ഗാനി നിന്ന് ഏറ്റുപിടിച്ച മുഹമ്മദ് അബ്ദുൽ നിന്ന് ഏറ്റുപിടിച്ച റഷീദുറിള അതുവഴി കേരളത്തിലേക്ക് അവരുടെ പ്രസിദ്ധീകരണം വഴി കടന്നു വരുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ സൂചിപ്പിച്ച ഈ വ്യക്തികളെ കുറിച്ച് ഒരു ചെറിയ പഠനം അനിവാര്യമാണ്. ഇതിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഒരു ശിഷ്യനെ കുറിച്ച് ആധികാരികമായി പറയേണ്ടതാര ഗുരുനാഥൻ, ഒരു മകനെ കുറിച്ച് പറയേണ്ടത് പിതാവ്. ഇതിൽ വളരെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗുരുനാഥൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ ഖുർദി എന്ന് പറയുന്ന മഹാൻ, അള്ളാഹു ആ മാതൃശികുമാറാവട്ടെ. വലിയ ഇമാം ഖുർദിയുടെ കിതാബ് ഖുർദി വളരെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഹയാത്തു സിന്ധി, ഈ 2 മഹാന്മാരാണ് പ്രധാന ഗുരുനാഥന്മാർ. പ്രധാന ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ ഖുർദി തങ്ങൾ പറയുന്നു, എന്റെ ശിഷ്യൻ വഴിപിഴച്ച മാർഗത്തിലാണ്. ഗുരുനാഥനാ പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഹയാത്തു സിന്ധി തങ്ങളും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തി. നേരായ ദീനിന്റെ പാതയിലല്ല ഞങ്ങളുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ശിഷ്യൻ എന്ന് അവർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് അബ്ദുൽ വഹാബ് പറഞ്ഞു, എന്റെ മകൻ പിഴച്ച മാർഗത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഷെയ്ഖ് സുലൈമാൻ എന്ന് പറയുന്ന മഹാൻ, ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം അസ്സവാഇഖുൽ ഇലാഹിയ എന്നൊരു പുസ്തകം എഴുതിയിട്ട്, ഒരു ഗ്രന്ഥം എഴുതിയിട്ട് തന്റെ സഹോദരൻ തെറ്റാണ് എന്ന് സ്ഥാപിച്ചു. ഞാനീ പറഞ്ഞ വസ്തുതകളെ ചരിത്രം കൊണ്ട് നിഷേധിക്കാനാവുമോ? സ്വന്തം ഗുരുനാഥന്മാർ 2 പേര്, സ്വന്തം പിതാവ്, സ്വന്തം സഹോദരൻ 4 പേര് ഇയാളെ കുറിച്ച് ആധികാരികമായി പറഞ്ഞു സിറാത്ത് മുസ്തഖീമിലല്ല. കേരളത്തക്കാരോ നമ്മളോ അല്ല പറഞ്ഞത് ആദ്യം. ഇനി രണ്ടാമത് ഇത് പ്രചരണത്തിനെടുത്ത ആൾ ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് ഇന്ന് സലഫികൾ എന്നറിയപ്പെടുന്ന ലോക പണ്ഡിതന്മാരിൽ തന്നെയുള്ള ഒരു വീക്ഷണം, അയാൾ മാസോണിസ്റ്റ് ആണ് എന്നാണ്. വിശുദ്ധ ദീൻ ഇസ്ലാമിന് തുരങ്കം വെക്കുന്ന, ഇസ്ലാമിനെ പൊളിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആളാണ് ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്നത് സലഫികൾ തന്നെ.
കേരളത്തിലെ ഒരു വിഭാഗം സലഫികൾ അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറയുന്നു, ചിലർ മാത്രം അംഗീകരിക്കുന്നു. തീർത്തും അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ അദ്ദേഹം നേരായ മാർഗത്തിലല്ല പോയതെന്ന് പറയുന്നു. ലോക തീവ്രവാദികളാണ് ഇവരൊക്കെ എന്ന് ചരിത്രം സമ്മതിക്കുന്നു. ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്തത് എന്ന് പറയപ്പെടുന്നു. പുസ്തകങ്ങളിലെ നമുക്ക് തെളിവ് റഷീദുള്ള, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. മുഹമ്മദ് അബ്ദു ഒരു മോഡൽ എന്ന രീതിയിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിക്കൊണ്ട് ബൈറൂത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയും. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ മോശപ്പെട്ട ഒരു ജീവിത രീതിയിൽ ഒരു ഇസ്ലാമിക പ്രബോധകനുണ്ടാകുന്ന ഗുണങ്ങളൊന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളല്ല പറയുന്നത്. റഷീദുള്ള 100% സാമ്രാജ്യത്വ ശക്തികളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി എക്കാലത്തും ശബ്ദിച്ച വ്യക്തിയാണ്. ലോക മുസ്ലിം സമ്മേളനത്തിൽ മുസ്ലിങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന ബ്രിട്ടന്റെ രീതി എതിർത്തപ്പോൾ ബ്രിട്ടന് വേണ്ടി ശബ്ദിച്ച ആളാണ് അദ്ദേഹം. ജമാഅത്ത് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെതിരെ ലേഖനം എഴുതുകയും പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആ പഴയ കഥകൾ മറന്നുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഈ 3 പേർ കൃത്യമായി നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദുള്ള, ഈ 3 പേർ വിമർശന വിധേയരാണ്. സ്വന്തം ഗുരുവിനാലും സ്വന്തം പിതാവിനാലും സഹോദരനാലും വിമർശിക്കപ്പെട്ട ആളുടെ ചിന്തയാണ് അവർക്ക് ഊർജം പകർന്നത്. എന്നാൽ മഖ്ദൂമി ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഒന്നാമത്തെ മഖ്ദൂമാര ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ശിഷ്യൻ. രണ്ടാമത്തെ മഖ്ദൂമാര ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ശിഷ്യൻ. ഈ 2 മഹാന്മാക്കളുടെ ശിഷ്യന്മാരായ 2 പ്രോജ്വലരായ മഹത്തുക്കൾ ആ മഹാന്മാർ പഠിപ്പിച്ച ദീൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പകർന്നു തന്നു എന്നത് ശരിയല്ലേ? എന്ത് തന്നെ വന്നാലും സക്കരിയ അൻസാരി തങ്ങളുടെ ശിഷ്യനായ 1-ാം മഖ്ദൂമിന്റെ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ശിഷ്യനായ 2-ാം മഖ്ദൂമിന്റെ ജീവിതത്തിൽ ദീനിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് നിങ്ങൾ പറയുമോ? ആരെങ്കിലും അവരെക്കുറിച്ചൊരു മോശം അഭിപ്രായം രേഖപ്പെടുത്തിയത് കാണിച്ചു തരുമോ? ഞാൻ നേരത്തെ പറഞ്ഞ 4 പേരെക്കുറിച്ചും രേഖപ്പെടുത്തിയത് കൃത്യം കാണിക്കാൻ കഴിയും. എന്താ ഈ മഖ്ദൂമികളെ കുറിച്ച് ആർക്കും ഒന്നും മോശപ്പെട്ട രീതി രേഖപ്പെടുത്താൻ ഉണ്ടായില്ല അവരുടെ ജീവിതത്തിൽ? അത്രയും പവിത്രമായ ദീൻ പ്രചരിപ്പിച്ച മഹത്തുക്കളെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ എന്തിനാ 921 ഈ മാറ്റം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പുതുചിന്താഗതി കടന്നു വരുമ്പോൾ നമ്മുടെ ആളുകൾ ഈ പുതുചിന്താഗതിയിലേക്ക് ആകൃതരാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ ചര്യയും എന്റെ ഖുലഫാഇന്റെ ചര്യയും മുറുകെ പിടിക്കണമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം, ഇവിടെ നമ്മളൊക്കെ പറയും, പലരും ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ മതി, ഖുർആനിലുണ്ടോ നോക്കാം. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരിൽ നിന്നും അബൂദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ മഹത്തുക്കൾ നിവേദനം ചെയ്ത ഒരു ഹദീസ് ഞാൻ സൂചിപ്പിക്കാം. പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരിക്കൽ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിഥലഹു മഅഹു. എനിക്ക് അല്ലാഹു ഖുർആനും തന്നിട്ടുണ്ട്, ഖുർആനെ പോലെയുള്ള പലതും തന്നിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല എനിക്ക് പടച്ചറപ്പ് അറിയിച്ചു തന്നിട്ടുള്ളത്, അല്ലാഹു എനിക്ക് പലതും അറിയിച്ചു തന്നിട്ടുണ്ട്. ജ്ഞാനത്തെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും ഖുദ്സിയ ഹദീസുകളെക്കുറിച്ചും ഒക്കെ നമുക്കറിയില്ലേ. ഈ വാചകം നോക്ക് നിങ്ങൾ. എനിക്ക് ഖുർആൻ മാത്രമല്ല, അല്ലാഹു പലതും ഇറക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ യൂഷിഖു റജുൽ ശബആൻ. നല്ല വയറ് നിറച്ച ഒരു ചെറുപ്പക്കാരനെ, ഒരു പുരുഷനെ, ഒരാളെ എന്ന് പറഞ്ഞാൽ ഒരാൾ വയറ് നിറച്ച് അലാ അരീക്ക, അയാളുടെ കട്ടിലിൽ ഇങ്ങനെ കയറിയിരുന്നിട്ട്, വയറ് നിറച്ച് കട്ടിലിൽ കയറിയിരുന്നിട്ട് എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുണ്ട്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും പടച്ചറപ്പ് നൽകുമ്പോ ദീനിന്റെ അടിത്തറ മതിയാകാതെ വരുന്ന സന്ദർഭം യഖൂലു, അവൻ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിച്ചാൽ മതി, നിങ്ങളൊക്കെ ഖുർആൻ മുറുകെ പിടിക്കും. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലുഹു വമാ വജത്തും ഫീഹി മിൻ ഹമിൻ ഫഹരിമുഹു. ഖുർആനിൽ എന്തെങ്കിലും ഹലാലുണ്ടോ അത് നമുക്ക് എടുക്കാം, ഖുർആനിൽ ഹറാമുണ്ടോ അത് നമുക്ക് വർജിക്കാം എന്നവരുടെയും. ഏതുപോലെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് വിദ്യാഭ്യാസം നേടി ഡിഗ്രിയും PGയും ഒക്കെ എടുത്തു, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഭൂമുഖത്ത്. അപ്പൊ പിന്നെ നമുക്ക് പഴയ സുന്നിയോ ജമാഅത്തോ ഒന്നും മതിയാവൂല. അപ്പൊ നമ്മള് കട്ടിലിൽ കയറി ചാരി എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ പടച്ചറപ്പ് നമുക്ക് കൂടുതൽ നൽകുമ്പോൾ, കൂടുതൽ വിദ്യാഭ്യാസം നേടാനും ഉയരാനും അള്ളാഹു അവസരം നൽകുമ്പോൾ, നിഅമത്ത് വർദ്ധിക്കുമ്പോൾ മനുഷ്യന്മാര് പറയും ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾ ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ അത് നോക്കിക്കോ, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും നോക്കണ്ട. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്.
ഞാനാകുന്ന പ്രവാചകൻ ഒരു കാര്യം നിരോധിച്ചാൽ അത് അള്ളാഹു നിരോധിച്ചതിന് തുല്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അതേ സ്ഥാനത്ത് ഗൗരവത്തോടുകൂടി നബി തങ്ങളുടെ ചര്യയെ നമ്മൾ കാണണം. പരിശുദ്ധ പ്രവാചകരുടെ നിർദ്ദേശങ്ങളിൽ നമ്മൾ ആ അലൈക്കും ബിസുന്നത്തിൽ ഖുലഫാ എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുലഫാക്കളെ നമ്മൾ അംഗീകരിക്കണം. ആ പ്രതിനിധികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും, ഞാൻ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ, ഞാൻ ഒരിക്കലും അറിയാതിരിക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, കാണാതിരിക്കട്ടെ എന്ന് മുത്തഖിയൻ അലാ അരീഖതിഹി യഗ്തിഹിൽ അംർ, ഒരുത്തൻ തന്റെ കട്ടിലിൽ അതുപോലെ തന്നെ തന്റെ സോഫയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് യഗ്തിഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ബിഹി, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു എന്ന് അവൻ അറിഞ്ഞാൽ, അതുപോലെ തന്നെ അവൻ അഹൈതു അൻഹു, ഞാൻ എന്തെങ്കിലും ഒന്ന് നിരോധിച്ചു എന്ന് അവൻ അറിഞ്ഞാൽ, ഫയഖൂലു, അവൻ പറയും, ലാ അദ്രി, എനിക്കതൊന്നും അറിയില്ല. ഹദീസിൽ എങ്ങനെ ഉണ്ടോ? അതേ സമയത്ത് മാ വജദ്നാഹു ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, ഖുർആനിലുണ്ടോ എന്നാൽ നമുക്ക് പിൻപറ്റാമായിരുന്നു, വേറൊന്നും നമ്മളറിയില്ല. ഖുർആനിലുണ്ടോ എന്നാൽ നമുക്ക് പിൻപറ്റാമായിരുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഈ നബിവിധം കണക്കാക്കണമെന്ന് പറഞ്ഞിട്ട് പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് അസ്ഹാബി കന്നുജൂം ഈ മുഖ്തദൈത്തും ഇഹ്തദൈത്തും, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങൾക്ക് തുല്യരാ. ആ പദത്തിൽ തന്നെ പ്രയോഗത്തിൽ അർത്ഥമുണ്ട്. ചന്ദ്രനെ പോലെ എന്നല്ല പറഞ്ഞത്, നക്ഷത്രത്തെ പോലെ. നക്ഷത്രം സ്വയം പ്രകാശിക്കും. ചില കാര്യങ്ങൾ ദീനിൽ ആവശ്യമുള്ളത് അപ്പോൾ ചെയ്യാൻ അവർക്ക് കരുത്തുണ്ട്. അത്ര ആഴത്തിൽ ദീൻ പഠിച്ച മഹത്തുക്കളാണ് അവർ. ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അവർ ദീനിൽ ഒരു സുന്നത്ത് നടപ്പാക്കിയാൽ അത് നല്ലതാണെങ്കിൽ സ്വീകരിച്ചേ പറ്റൂ. അത് ജുമുഅയുടെ ബാങ്കാവട്ടെ, തറാവീഹ് നമസ്കാരമാകട്ടെ, എന്താവട്ടെ, അവരേത് രീതിയിൽ ചെയ്താൽ അതുപോലെ ഏറ്റെടുക്കുന്ന നമ്മുടെ കടമയാണ്. കാരണം അവരൊക്കെ സ്വർഗം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സന്തോഷ വാർത്ത അറിയിച്ച അശ്റത്തുൽ മുബശ്ശിരീങ്ങൾപ്പെട്ട ചില ആളുകളാണതൊക്കെ. തത്തുല്യരായ സ്വഹാബത്താണ് പലരും. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. അത് ഏറ്റെടുത്തേ പറ്റൂ. അത് തള്ളിക്കളയാൻ നമ്മുടെ കയ്യിൽ എന്താ ന്യായമുള്ളത്? ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഭിന്ന വീക്ഷണക്കാർക്ക് അബദ്ധം പറ്റിയത്. എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ തന്നെ സാധാരണക്കാരനാക്കി സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങൾ ദീനിൽ തരും. ഇത് രണ്ടും പരിശുദ്ധ ദീനിന്റെ അടിത്തറ പൊളിക്കുന്ന പ്രവർത്തനങ്ങളല്ലേ? ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർ. അള്ളാഹുവിന്റെ തിരുദൂതരെ സാധാരണക്കാരനാക്കുന്ന ദീനിന്റെ മജ്ജ പോയില്ലേ? സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണെന്ന് നബിതങ്ങൾ, ശേഷം സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ എന്ന നബിതങ്ങൾ. നമ്മുടെ ചില സഹോദരങ്ങളോ അവരുടെ പ്രവർത്തനമൊന്നും ദീനിൽ തെളിവല്ല. നബിതങ്ങൾ പറയുന്നു തെളിവ് എന്ന് മാത്രമല്ല, മുറുകെ പിടിച്ചാൽ പോരാ, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം നിങ്ങൾ അവരുടെ ചര്യ. എന്റെ ചര്യ മാത്രം പോരാന്ന് നബിതങ്ങൾ. ഇവര് പറയുന്നു ആ സ്വഹാബത്തിന്റെ ചര്യകളൊന്നും ദീനിൽ തെളിവല്ല. സ്വീകരിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകരുടെ സ്വഹീഹായ ഹദീസോ അതോ തരത്തിയൊന്നിൽ ചമടത്തെ കൊണ്ടുവന്ന മുഹമ്മദ് അബ്ദുവിനും റഷീദുള്ളയുടെയും ജമാൽ ഖാനുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊടുത്ത ചിന്തയിൽ നിന്ന് വന്നോ? ഏതാ നമ്മൾ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ ആലോചിക്ക്. നമുക്ക് ആ വ്യക്തിത്വങ്ങളോടൊന്നും വ്യക്തിപരമായ വിദ്വേഷമുള്ളതല്ല. പരിശുദ്ധതയിൽ ഇല്ലാതെ കൊണ്ടുവരുമ്പോൾ നമുക്കത് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് എന്തൊക്കെ തർക്കമുണ്ടായി, എന്തൊക്കെ വിഭാഗീയത നമ്മുടെ നാട്ടിലുണ്ടായി. ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടാൽ ഒരു കുടുംബത്തിൽ ജേഷ്ഠാനുജന്മാർ രണ്ട് തട്ടിലായി. അള്ളാഹുവിന്റെ പരിശുദ്ധ മാലാകമാരുടെ സാന്നിധ്യവും ബറക്കത്തും ഉദ്ദേശിച്ചുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ച പ്രകാരം സ്വഹാബത്ത് അവിടെ ചെയ്ത പോലെ, പൂർവീക മഹത്തുക്കൾ ചെയ്ത പോലെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരും. ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കുമെന്നും ഇൻദ മൗതാക്കുമെന്നും ഒക്കെ ഹദീസിലുള്ള പ്രകാരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് നമ്മളവിടെ ഖുർആൻ ഓതും. അതിന്റെ പേരിൽ തർക്കമുണ്ടാക്കി. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന രംഗത്തിൽ തർക്കം. നാട്ടുവർത്തമാനം പറയാം, കമ്പോള നിലവാരം ചർച്ച ചെയ്യാം, പത്രം വായിക്കാം, ഒക്കെ ചെയ്യാം. ഒരു കാരണവശാലും ഖുർആൻ ഓതിക്കൂടാ. വല്ലാത്തൊരു വാശി. മരിച്ച വീട്ടിൽ എന്തുമാകാം, പക്ഷെ ഖുർആൻ ഓതിക്കൂടാ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യാൻ പാടില്ല. മയ്യത്തിറക്കി വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നന്മകൾ മുഴുവൻ മുടക്കുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ അത് ഗൗരവമല്ലേ സഹോദരങ്ങളെ? ചിന്തിക്കും നിങ്ങൾ. എന്റെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയാൽ പൂർവീകർ ചെയ്തിട്ടില്ലേ?
നമ്മുടെയൊക്കെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ച വീട്ടിലേക്ക് മഖ്ദൂമിന്റെ കാലഘട്ടത്തിൽ പോലും കുട്ടികൾ പോയിട്ട് മരിച്ച വീട്ടിൽ ഓതിയിരുന്നല്ലോ. പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഓതുന്ന ഏർപ്പാട് സമൂഹത്തിൽ എങ്ങനെ ഉണ്ടായി? ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടുണ്ടായി. ആ നന്മയെ എന്തിനാ നമ്മൾ മുടക്കുന്നത്, തിന്മയാക്കുന്നത്? ചുരുക്കത്തിൽ ഇത്തരം വിമർശനങ്ങളോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് വിമർശനങ്ങളും മറുഭാഗത്ത് ആകർഷണീയമായ ചില വാദങ്ങളും, ഇത് രണ്ടുമായിട്ടൊരു സമൂഹം നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. എന്തൊക്കെയാണ് ആകർഷണീയ വാദങ്ങൾ? ദീനിനെക്കുറിച്ച് അല്പജ്ഞാനം മാത്രമുള്ള, പ്രാഥമിക മദ്രസ വിവരം മാത്രമുള്ള നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ. ഉദാഹരണം, പ്രധാനമായി പറയുന്ന പ്രധാനപ്പെട്ട ഈ തർക്കമാണേ സമൂഹത്തെ തകർത്തത്. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മാ ലല്ല ഖൗമുൻ ബഅദ ഹുദൻ, നേർവഴിക്കായ ശേഷം ഒരു കൗമും പഴച്ചു പോയിട്ടില്ല. സന്മാർഗം ലഭ്യമായ ശേഷം ഒരാളും പഴച്ചിട്ടില്ല. കാനു അലൈഹി, അവരാ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇല്ലാ ഊത്തുൽ ജദൽ, തർക്കം വന്നിട്ടല്ലാതെ താർക്കികന്മാരായി തർക്കിച്ച് ഭിന്നിച്ചു. അതാണ് മുസ്ലിം ലോകത്തിന് പറ്റിയത്. ഇന്ന് ലോകത്തെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത് ഐക്യമില്ലാത്ത തർക്കമാണ്. നമ്മൾ തുടരണോ അതോ ചിന്തിക്കണോ? നിങ്ങൾ ആലോചിക്കും. അതിനുള്ള ഒരു ഉണർത്തുപാട്ടാണ് ജമിയത്തുൽ മുഅല്ലിമീൻ ഇവിടെ നടത്തുന്നത്. ഈ കുട്ടികൾക്കൊക്കെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പുകഴ്ത്തിയ കൂലി കിട്ടുന്ന പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഈ മുഅല്ലിമീങ്ങൾ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഭിന്നിക്കണോ അതോ ചിന്തിക്കണോ? ആ ചിന്ത നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് യോഗ്യരായവർ ഈ കുരുന്നുകളെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ഇത്തരം വിമർശനങ്ങൾ, പെട്ടെന്ന് സമൂഹത്തിൽ യേശുന്ന വിമർശനം. രണ്ടാമത്തേതോ ആകർഷണീയമായ ചില വാദങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ച ഖുത്ബ മാതൃഭാഷയിലായിരിക്കണം എന്ന വാദം. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഖുത്ബ മാതൃഭാഷയിലായിരിക്കണമെന്ന് വാദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തോട് ആദ്യമായി പറയുന്ന എന്താണ്? ചെറുപ്പക്കാരുടെ മുമ്പിൽ വന്നിട്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം, നമ്മൾ ആകെ ഒരു 5-10 മിനിറ്റ് ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ ഒന്ന് അടങ്ങിയിരിക്കും. ആ സമയത്ത് നമുക്ക് തിരിയുന്ന ഭാഷയിൽ ഒരൽപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ എന്തൊരു ഈമാനികമായ ചൈതന്യം നമുക്കുണ്ടാകും. ആ സമയത്ത് ഏട്ടിൽ നോക്കിയോ അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കിയോ ഈ അറബി വായിച്ചിട്ട് എന്ത് പ്രയോജനം? ഇതൊരു ചോദ്യമാണ്. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ കൂടുതൽ ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരും ചിന്തിക്കും, അതല്ലേ ശരി, ദീൻ പഠിപ്പിക്കാനുള്ളതല്ലേ. അപ്പോൾ പള്ളിയിൽ ആളുകളൊക്കെ നല്ല കാമൻ ക്വൈറ്റ് അന്തരീക്ഷം, സുന്ദരമായി പള്ളിയിൽ അവരിങ്ങനെ ശരിക്ക് നല്ല ഭക്തിയിലിരിക്കുന്ന സമയത്ത് കുറച്ച് നല്ല കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തൂടെ? അത് മലയാള ഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ ആയാൽ എന്തൊരു സൗകര്യമാണ്, എന്ത് ചിന്തിക്കുന്നവരുണ്ടാകും. അങ്ങനെ ചിലർ ചിന്തിച്ചു, ചിലർ ആ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വന്നിട്ട് ജനങ്ങൾക്ക് കാര്യം ശരിക്ക് വിശദീകരിച്ചു കൊടുത്തത്. ഇവിടെ കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടത്, ഖുത്ബ എന്നാൽ അതിന് ഒരിക്കലും പ്രസംഗം എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഖുത്ബക്ക് പ്രസംഗം എന്ന് പറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച നിങ്ങളെയൊക്കെ നമ്മളെയൊക്കെ പള്ളിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ ഇലാ ദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്റിലേക്കാണ് നമ്മളെ ക്ഷണിച്ചത്. ദിക്ർ, ഖുത്ബ എന്ന് പറഞ്ഞില്ല. ഇവിടെ നിന്ന് പഠിക്കേണ്ട ഒന്നാം പാഠം, ഖുർആൻ വെള്ളിയാഴ്ച പള്ളിയിൽ നിർവഹിക്കുന്ന പ്രസംഗത്തിന് ഖുത്ബ എന്ന് പറഞ്ഞില്ല. എന്നാൽ ഹദീസിൽ പറഞ്ഞുവോ? ഇല്ല. അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, വെള്ളിയാഴ്ച ദിവസമായാൽ മലക്കുകൾ പള്ളിക്ക് മുമ്പിൽ നിൽക്കും. ഫയക്തുബൂനൽ അവ്വല ഫല്ലവ്വല, ആദ്യം വരുന്നവരെ അവർ രേഖപ്പെടുത്തും. അങ്ങനെ അവസാനത്തെ ആൾ വരുന്നവരെ ഇല്ല. ഇമാമ് അഥവാ ഖതീബ് മിമ്പറിൽ കയറുന്നതുവരെ. ഖതീബ് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവർ തവൗ സുഹഫഹും, അവരുടെ ഏട് മടക്കിയിട്ട് വയസ്തമിഊന ദിക്റ, അവർ ദിക്ർ കേൾക്കാനിരിക്കും. ഖുത്ബ എന്ന് പറഞ്ഞില്ല. ദിക്ർ, ഖുർആനിലും ഹദീസിലും ഖുത്ബയെ കുറിച്ച് ദിക്ർ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന ജുമുഅ നമസ്കാരം 2 റക്അത്താണ്. സാധാരണ ളുഹ്ർ 4 റക്അത്താണ്. അവിടെ 2 റക്അത്തിന്റെ സ്ഥാനത്ത് മതപരമായ ഉത്ബോധനമാണ്. ആ ഉത്ബോധനം ആരാധനയുടെ ഭാഗമാണ്, കേവല പ്രസംഗമല്ല. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഖുർആനും ഹദീസും അതിനെക്കുറിച്ച് ദിക്ർ എന്ന് പ്രയോഗിച്ചത്. 2, ഈ ഖുത്ബ നിർവഹിക്കുന്ന വ്യക്തിക്ക് വുളൂ വേണം. എനിക്കിവിടെ പ്രസംഗിക്കാൻ വുളൂ വേണ്ട. ഈ ഖുത്ബ നിർവഹിക്കുന്നയാൾ ഒരു ഖുത്ബ കഴിഞ്ഞാൽ ഇരിക്കണം. അത് ക്ഷീണിച്ചതുകൊണ്ടിരിക്കുന്നതല്ല. 2 ഒന്നിച്ചോതാൻ ഖതീബിന് ആരോഗ്യം കുറഞ്ഞതുകൊണ്ടുമല്ല. അയാൾ ഇരുന്ന് 2 2ആക്കി തന്നെ ചൊല്ലണം. ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊന്ന് ഇരുന്ന് വിശ്രമിച്ച് പ്രസംഗിച്ചാൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വ്യത്യാസം 2ലുമുണ്ട്. മറ്റൊന്ന്,
അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രബോധകന്മാരെ അയച്ചു. ഉദാഹരണം പേർഷ്യയിൽ നിന്ന് പേർഷ്യൻ ഭാഷ നിലവിലുണ്ട്. ഒരു പേർഷ്യൻ പ്രസംഗം അവിടെ നടന്നതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ലല്ലോ. മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിൽ വന്ന് 10ഓളം പള്ളികൾ നിർമ്മിച്ചു. ഒരു പള്ളിയിലും ഒരു മലയാളിയെ ഖുത്ബ പഠിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ ഖുത്ബ ഓദിച്ചത് കാണാനില്ലല്ലോ. മട്ടാഞ്ചേരിയിൽ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഖുത്ബ പരിഭാഷ അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് തെളിവാക്കണമോ? ആ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ അഭികാമ്യമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അത്തരം വാദഗതികൾ സമൂഹത്തിൽ ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണം, ഈ ഖുത്ബ സാധാരണ പ്രസംഗം പോലെയല്ല. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ ഒരിക്കൽ മലപ്പുറത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ വാദകോലാഹലമുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇദ്ദേഹം അറബിയിൽ തന്നെ പ്രസംഗം വേണം, മലയാളികളുടെ പള്ളിയിൽ നിന്ന് വാശി പിടിക്കുന്ന ദുർവാശിക്കാരനാണ്. അയാൾ വന്ന് പ്രസംഗിച്ചാൽ സമൂഹം രണ്ടായി പിളരും, അതുകൊണ്ട് പ്രസംഗം തടയണം. പോലീസ് തടഞ്ഞു. ഇദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ എനിക്ക് കാണണം. അദ്ദേഹം നേരെ പോയി. പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസറെ അദ്ദേഹത്തെ വിളിച്ചിരുത്തി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് സംവദിച്ചു. അദ്ദേഹം ചോദിച്ചു ചില ചോദ്യങ്ങൾ. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, കർഫ്യൂ ബാധിത പ്രദേശത്ത് അഥവാ 144 പാസാക്കിയ ഒരു പ്രദേശത്ത് നിങ്ങൾ ഒരു പൊതുയോഗവും പ്രസംഗവും അനുവദിക്കുമോ? ഉടനെ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, ഒരിക്കലുമില്ല. എങ്കിൽ അത്തരം ഒരു ഗവൺമെന്റ് ഓർഡർ നിലനിൽക്കുന്ന ഒരു കർഫ്യൂ ബാധിത പ്രദേശത്ത് വെള്ളിയാഴ്ചയിലെ ജുമഅ നിങ്ങൾ തടയുമോ? അവിടെ പള്ളിയിൽ ജനം കൂടുന്നു, ഒരു പ്രസംഗവും നടക്കുന്നു, തടയുമോ? ഇല്ല, പോലീസ് ഓഫീസറുടെ മറുപടി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തേ ആദ്യത്തെ യോഗവും പ്രസംഗവും തടയുമെന്നും വെള്ളിയാഴ്ച പള്ളിയിൽ യോഗം ചേരുന്നത് തടയില്ല എന്നും പറയുന്നു? പോലീസ് ഓഫീസർ പറഞ്ഞു, വെള്ളിയാഴ്ച പള്ളി നടക്കുന്ന യോഗവും പ്രസംഗവും സാധാരണ പ്രസംഗമോ യോഗമോ അല്ല, അതൊരു ആരാധനയാണ്. ഉസ്താദ് പറഞ്ഞു, ഞാനും പറയുന്നത് അത് തന്നെയാണ്. ആരാധനക്ക് ആരാധനയുടെ ഭാഷയുണ്ട്. പോലീസ് ഓഫീസർ പറഞ്ഞു, ഞാൻ അത്ര ചിന്തിച്ചില്ല, നിങ്ങൾ പ്രസംഗിച്ചോളൂ. ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ സമൂഹത്തിൽ ആരാധനക്ക് ആരാധനയുടേതായ ഭാഷയുണ്ട്. ഇനി ഒരു വാദം, ഇത് ജനങ്ങൾക്ക് തിരിയാതെ എന്തിനാ? എന്നാൽ പിന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടും സൂറത്ത് ഓതിയിട്ടും എന്താ ഫലം? നിസ്കാരത്തിൽ പറയുന്നതൊക്കെ മലയാളത്തിൽ പറയലല്ലേ പുതുതായി നിസ്കരിക്കുന്ന ഒരാൾക്ക് നല്ലത്? നമ്മൾ ആ ഭാഷ പഠിക്കുകയും ആ ഉത്ബോധനം ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത്. ഇനി അതൊന്നുമല്ല, ഒരു ഐക്യരൂപ്യം ഇസ്ലാമിന് വേണ്ടേ? ഞാൻ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ട് ലോകത്ത് എവിടെ ചെന്നാലും ശരി, പള്ളിയിൽ കയറിയാൽ തക്ബീർ കെട്ടിയാൽ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിമ്പറിൽ കയറിയാൽ അറബി ഭാഷയിൽ ഖുത്ബ. നേരെ മറിച്ച് ഞാൻ ലോകത്ത് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ഖുത്ബ, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അണ്ണാച്ചി ഖുത്ബ. ഇതെന്ത് ഐക്യരൂപ്യമാണ് ഇസ്ലാമിനുള്ളത്? എവിടെ നമ്മൾ ചെന്നാലും ഇസ്ലാമിനൊരു ഏകരൂപം വേണ്ടേ? ആ ഏകരൂപം ശരിക്കുണ്ടാകുന്നതിന് ആരാധനക്ക് മുസ്ലിങ്ങൾക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഖുർആന്റെ സ്വർഗത്തിലെ ഭാഷയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തെരഞ്ഞെടുത്ത ഭാഷയായ പരിശുദ്ധ അറബി ഭാഷ. ആ ഭാഷയിൽ തന്നെ ഖുത്ബ നിർവഹിക്കണം. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ അറബി ഭാഷ നിബന്ധനയായതുകൊണ്ട് ഒരു നാട്ടിൽ അറബി അറിയാത്ത ആളുകൾ ഒരുമിച്ചുകൂടി ഒരുത്തനും അറബി അറിയില്ല എങ്കിൽ അവർ ജുമഅ നിസ്കരിക്കാതെ ളുഹ്ർ നിസ്കരിച്ച് പിരിഞ്ഞു പോകണം എന്ന് മസ്അല പറയാൻ കാരണം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അവർ പിരിഞ്ഞു പോകേണ്ടത് ളുഹ്ർ നിസ്കരിച്ച. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വാദഗതികൾ കൊണ്ടുവന്നത് ശരിയായോ? ഏതാണ് ശരിയൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. സമസ്തക്കാരുടെ വാശിയല്ല, പഴഞ്ചന്മാരുടെ ഏർപ്പാടുമല്ല. രണ്ടാമതൊന്ന് പറഞ്ഞ് ജനങ്ങളെ ആകർഷിക്കത്തക്ക ഇതിൽ സ്ത്രീ ജമാഅത്തിനെ കുറിച്ചാണ്. സ്ത്രീകൾ സമൂഹത്തിന്റെ നേർപാതിയല്ലേ, എന്തുകൊണ്ട് അവർക്ക് പള്ളിയിൽ കയറിക്കൂടാ? ആര് പറഞ്ഞു സ്ത്രീക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന്? ശുദ്ധിയുള്ള സമയത്ത് ഒരു പെണ്ണ് പള്ളിയിൽ കയറുന്നതിന് ആരും എതിരല്ലല്ലോ. നിങ്ങൾ കേട്ടിക്കോളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് എതിർത്തിട്ടില്ല. പക്ഷേ ജുമഅത്തും ജമാഅത്തിനും വേണ്ടി ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരേണ്ടതില്ല. എന്തുകൊണ്ട്? നമ്മൾ നിസ്കരിക്കുന്നതും ജുമഅ കൂടുന്നതും ഒക്കെ കൂലി കിട്ടാൻ വേണ്ടിയാണ്. അള്ളാഹു അതിന് കൂലി കൊടുക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് പള്ളിയേക്കാൾ കൂലി വീട്ടിലാണ് എന്ന് നബി തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മു ഹുമൈദിന് സായിദി എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചല്ലോ, നബിയെ, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി തങ്ങൾ അവളോട് പറഞ്ഞു, ലഖദ് അലിംതു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അന്നക്കി തുഹിബ്ബീന സ്വലാത്ത മഅി, നീ എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്ന പെണ്ണ് വന്നിട്ടുണ്ട്. കാരണം കൊണ്ട് പള്ളി മദീന പള്ളിയാണ്, ഇമാം അല്ലാഹു. പക്ഷേ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ഏറ്റവും നല്ലത് നിന്റെ കൗമിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടിണ്ടാവും. അവിടെ അവളെ കബീലക്ക് ചുരുക്കം ചില ആളുകൾ. അതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീട്ടിൽ അവിടെ നിന്റെ കുടുംബക്കാരെ ഉണ്ടാകും. അതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീട്ടിന്റെ ഉള്ളിലാ. പറഞ്ഞ് അവളെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് മനസ്സുകൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന, നിങ്ങൾക്ക് ഏറ്റവും നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം വീടിന്റെ ഉള്ളറയാണ്. അവൾക്ക് അതിനാണ് കൂലി കിട്ടുന്നത്. അവിടെയാണ് അവൾക്ക് പ്രതിഫലം. വാശി പിടിച്ച സ്ത്രീയെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല.
മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതിനല്ലാഹ് എന്ന് തുടങ്ങുന്ന ദീർഘമായ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറത്തുകളൊക്കെ പറഞ്ഞത് സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമുഅക്കും ജമാഅത്തിനും വിളിച്ചിട്ടില്ല. കാരണം അവരൊരിക്കലുമല്ല അഹ്ലു തിജാറത്തും ജമാഅത്തുമല്ല. അവര് കച്ചവടത്തിന് പോലെ ജമാഅത്തിനൊന്നും പോകേണ്ടവരല്ല. അവർ സുരക്ഷിതകളായി വീടുകളിൽ കാര്യകർത്താക്കളാകേണ്ടവരാ. അത്യാവശ്യത്തിന് പുറത്തിറങ്ങണ്ട എന്നതിന് അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ഒരിക്കലും ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോകൽ ആവശ്യ ഘടകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുത്തലോട് പെൺകുട്ടി, വിവരമുള്ളൊരു പെൺകുട്ടി, ആ കാലഘട്ടത്തിലെ നല്ല വിവരമുള്ള ഹദീസുകൾ പഠിച്ച പെണ്ണ് അസ്മാ ബിൻത് യസീദ് നേരെ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഒരു പണ്ഡിതരെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു, നിസ്കരിക്കുന്നു, ജമാഅത്തായിട്ട് ശ്രേഷ്ഠത കൊണ്ടുപോയി, ജിഹാദിനും കൊണ്ടുപോയി. ഫമാലന ഞങ്ങൾക്ക് എന്തുണ്ട്? അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരോട് പിടിക്കുന്ന ഒരു അമൽ ഞങ്ങൾക്ക് ഇനിയുണ്ടോ? ഞങ്ങൾ വീട്ടിലിങ്ങനെ തളച്ച വരണോ? അടുക്കളയിൽ കിടക്കണോ? ഞങ്ങൾക്ക് ജിഹാദിന്റെ കൂലി വേണ്ടേ? ജമാഅത്തിന്റെ കൂലി വേണ്ടേ? ജുമഅയുടെ കൂലി വേണ്ടേ? ആ പെണ്ണിന്റെ ആവേശോജ്വലമായ ചോദ്യത്തെ മനോഹരമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പെണ്ണിനെ പുകഴ്ത്തി. അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നബി തങ്ങൾ പറഞ്ഞ വാചകം ഹദീസിലുണ്ട്, നീ പേടിക്കണം. ഇന്ന ത്വാഅത സ്വഹിഹി, ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട് അവരുടെ അവകാശ ബാധ്യതകൾ കണിശമായി നിറവേറ്റിയാൽ യഅദിലു ദാലിക, ഈ യുദ്ധത്തിനും ജമാഅത്തിനും ജുമുഅക്കും പോകുന്ന അതേ കൂലി വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾക്ക് വലിയ സൗകര്യം, നല്ല ലാഭ കച്ചവടമാണ്. അവരെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. നമ്മുടെ യുദ്ധത്തിന് പോയി പടവെട്ടി നേടുന്ന കൂലി അവൾ വീട്ടിലിരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ, കുഞ്ഞുങ്ങളെ നോക്കിയാൽ, വീട് സംരക്ഷിച്ചാൽ അവൾക്ക് കിട്ടുമെന്നാണ് ഹദീസ് പറയുന്നത്. ഈ കൂലി നബി തങ്ങൾ ദാനം ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തിനാ അവരെ പുറത്തിറക്കുന്നത്? ഒദായിൽ നിന്ന് ആ സ്ത്രീ ജുമുഅ ആദ്യമായി ആയിഷക്കുട്ടി താത്തയാണല്ലോ ആദ്യമായി ഒദായിൽ പള്ളിയിലേക്ക് പോയത് എന്ന് എഴുതി വെച്ച ചരിത്രം കേരളത്തിലുണ്ട്. ലോകത്തെവിടെയും അങ്ങനെ ഒരു സ്ത്രീ ഇസ്ലാമിക സമൂഹത്തിലെ നിയമം നടക്കുന്നതിന്റെ മുമ്പ് പോയി എന്നല്ലാതെ അതിനുശേഷം ആ രീതിയിലുള്ള പ്രവണത വർദ്ധിച്ചിട്ടില്ലല്ലോ. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരമല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഇന്നും പരിശുദ്ധ ഹറമൈനി ഷരീഫൈനിലെ ഇമാമുമാർ പോലും നിങ്ങൾ വെറുതെ ജുമുഅക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ജമാഅത്തിന് വരേണ്ട കാര്യമില്ല. മാത്രമല്ല സൗദി അറേബ്യയിലെ പരിശുദ്ധ ഹറമിൽ പോയി നോക്ക് നിങ്ങൾ. അവർ പലപ്പോഴും അവിടെ വരാറുള്ളത് തവാഫിന് വേണ്ടിയാണ്, ജമാഅത്തിന് വേണ്ടി ഫാമിലികൾ ഓടി ഇങ്ങനെ വരാറില്ലല്ലോ. ശ്രദ്ധിച്ചിരുന്നോ? ആ സ്വഭാവം അവിടെ ഇല്ല. മാത്രമല്ല പലരും പറയും, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഹദീസ് ധരിച്ചിട്ട് പറയും, ലാ തംനഉ ഇമാദല്ലാഹ്, അടിമ സ്ത്രീകൾക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ അടിമകളാകടക്ക് നിങ്ങൾ ഒരിക്കലും പള്ളി തടയരുത്. അതിന്റെ അർത്ഥം എന്താ? അവരെ പള്ളിയിൽ കയറ്റണം, അവർക്ക് പള്ളി തടയാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ തിരുദൂതർ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തോട് പറഞ്ഞ വാചകമാണ്. തർക്കമില്ല കാര്യത്തിന്. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ആരാ വ്യാഖ്യാനിക്കേണ്ടത്? ഞാനാണോ? നിങ്ങളാണോ? സമൂഹത്തിൽ അതിന് വ്യാഖ്യാനം പറയേണ്ടത് ആരാ? അതേക്കുറിച്ച് ജ്ഞാനമുള്ള മഹത്തുക്കൾ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇതേക്കുറിച്ച് എന്തേ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു, അവിടെ പറഞ്ഞിരിക്കുന്നത് മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു പെണ്ണ് ഫരീദത്തുൽ ഹജ്ജ് ലി ഫരീദത്തിൽ ഹജ്ജി, ഹജ്ജാകുന്ന ഫർദ് നിർവഹിക്കാൻ വേണ്ടി വന്നാൽ ആ പെണ്ണിന് കഅബ തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ കടക്കണം. ആ പെണ്ണ് ആ ആവശ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് നിങ്ങൾ തടയാൻ പാടില്ല എന്നാണ് എന്ന് ഷഫീഈ റഹ്മത്തുള്ളാഹി തങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ, ബുഖാരി ഇമാം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന ആളുകൾ, ഇമാം ഷാഫി തങ്ങളെ പറ്റ ആളുകൾ അവരെന്തേ ഇമാം ഷാഫിയുടെ ഗൗരവം ബോധിച്ചില്ല? ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് അവർ പഠിച്ചില്ല? പഠിക്കാത്തവില്ലല്ലോ. ഉടനെ ചാടി ചോദിക്കും, ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉൾക്കൊള്ളാൻ അവർക്ക് അല്പം പ്രയാസമുണ്ടാകും. ആരാണ് ഇമാമുന ഷാഫി? ചരിത്രപരമായി ഹദീസിന്റെ നിവേദക പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, നിവേദക പരമ്പരയെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കാലഘട്ടത്തിൽ ദീൻ പഠിച്ച മഹത്തുക്കളുടെ ചരിത്രമായി വറക്കൂ നിങ്ങൾ. ഇമാം ഷാഫി തങ്ങൾ ആരിൽ നിന്നാ പഠിച്ചത്? മദീനത്തെ ഷെയ്ഖുൽ മദീന മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന്. ഗുരുവാര മാലിക് ഇമാമിന്റെ ഗുരുവാര ഇമാം നാഫിഉ തങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഏതെങ്കിലും ഒരു സഹാബി, ഉദാഹരണം മുത്തബിഉ സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ ഗുരുവാര അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാം ഷാഫി തങ്ങൾ ഇപ്പുറത്ത്, നേരെ പുറത്താര അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ. അതിന്റെ ഇടയ്ക്ക് എത്ര ആളുണ്ട്? ഇമാം മാലിക് തങ്ങൾ, ഇമാം നാഫിഉ തങ്ങൾ. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർക്കിടയിൽ ഇമാം ഷാഫി തങ്ങൾക്ക് ആളെത്രയുണ്ട്? പഠിക്കൂ. എന്നാൽ 7 or 8 പരമ്പര കഴിയുമ്പോഴേ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ ഉപജ്ഞാതാവായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഇമാം ഷാഫി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കിക്കണോ? പിന്നെ അതിന്റെ പേരിൽ ബഹളമുണ്ടാക്കണോ?
മാലിക്കി ഇമാമിൽ നിന്ന് പഠിച്ച മഹാനല്ലേ അത്? ഇമാം നാഫി തങ്ങളുടെ ശിഷ്യനല്ലേ മാലിക്കി ഇമാം? ഒന്ന് ചിന്തിക്കും നിങ്ങൾ. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അടിസ്ഥാനം പഠിച്ചാൽ നമുക്ക് കാര്യം ബോധ്യപ്പെടില്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് പറയും സ്ത്രീകളെ തടച്ചിടാൻ ശ്രമിച്ചു, സമത്തക്കാർ പ്രത്യേകിച്ച്. എഴുത്ത് പഠിക്കണ്ട, വായന പഠിക്കണ്ട എന്ന് പറഞ്ഞു. ഒന്നും സമത്ത പറഞ്ഞിട്ടില്ല. 1930 മാർച്ച് മാസം 16 മണ്ണാർക്കാട്ട് വെച്ച സമ്മേളനത്തിൽ സമത്ത എടുത്ത ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പഠിക്കരുത് എന്ന് സമത്ത പറഞ്ഞുവെന്ന് പറയാറുള്ളത്. അവിടെ മഹാന്മാരുടെ ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സമത്ത ഒരു പ്രമേയത്തിൽ കാര്യം ഉദ്ധരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ, ഹാക്കിം നിവേദനിച്ച ഹദീസിൽ, ബൈഹഖി സ്വഹീഹ് എന്ന് ഉദ്ധരിച്ച ഹദീസിൽ ചിലർക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണം, മാളികകളിൽ പാർപ്പിക്കരുത്, അവരെ നിങ്ങൾ നൂൽപ്പ് പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഹദീസുണ്ട്. അതിന്റെ അർത്ഥം സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പെൺകുട്ടികളെ വളർത്തണമെന്നാണ്. ഇത് സമത്ത ഉദ്ധരിച്ചു. അതേ രീതിയിൽ തന്നെ ഒരു ഹദീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ, ഞാൻ ഹഫ്സക്കടുത്ത് നിൽക്കുമ്പോൾ അവിടെ നബി തങ്ങൾ വന്നു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹക്കടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നബി തങ്ങൾ വന്നു. ഹഫ്സക്ക് നീ എടുത്തു പഠിപ്പിച്ചതുപോലെ നംലത്ത് മന്ത്രവും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വളരെ മനോഹരമായി തന്റെ ഹദീസിൽ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പഠിപ്പിക്കാമെന്നും എന്നാൽ സ്ത്രീകളെ അമിതമായി അഴിഞ്ഞാടാൻ അനുവദിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്നും കൃത്യമായി നിർദ്ധാരണം ചെയ്തുകൊണ്ട് പറയുന്ന വിഷയം സമത്ത പറഞ്ഞുവെന്നേ ഉള്ളൂ. അല്ലാതെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും സമത്ത പഠിപ്പിക്കുന്നു, പഠിച്ച പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, തട്ടാങ്ങര കുട്ടിയാമൂസിലയുടെ മകൾ പാനായിക്കുളത്തിന്റെ ഭാര്യ ഫാത്തിമ എന്ന മഹദി നല്ല മനോഹരമായ പാണ്ഡിത്യത്തിന്റെ പഠിച്ചു നോക്കൂ നിങ്ങൾ ചരിത്രം. അതുപോലെ തന്നെ തിരുരങ്ങാടി ചാലകത്ത് ഖുസൈ ഹാജി പ്രമുഖ പണ്ഡിതനായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, നല്ല വിവരമുള്ള ഒരു സ്ത്രീ. പഴയ കാലഘട്ടത്തിൽ മുതഅല്ലിമീങ്ങൾ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുന്ന സമയത്ത് അവരെ കൊണ്ട് മുതഫരിദ് ഓതിച്ചിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. കുട്ടികൾ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ കിതാബ് ഓതി കൊടുക്കും. അകത്തിരുന്ന് സ്ത്രീകൾ കേൾക്കും. നമ്മുടെ പഴയകാല ദർസിൽ നിന്ന് കുട്ടികൾ ഇതുപോലെ കിതാബ് ഓതി കൊടുത്തുകൊണ്ട് എത്ര ഉമ്മമാർക്ക് ജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ സ്ത്രീകൾ ശരിക്കും ഇൽമു പഠിച്ചിട്ടുണ്ട്. ആര് പറയില്ല എന്ന് മാത്രമല്ല, സമത്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ ഉണ്ടാക്കുമ്പോൾ ആദ്യം അംഗീകരിച്ച മദ്രസയ്ക്ക് ശേഷം രണ്ടാമത്തെ മദ്രസ പറവണ്ണയിലെ മദ്രസത്തുൽ ബനാത്ത്. അന്ന് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് സമത്തയുടെ കാര്യമായി നിലകൊള്ളുന്ന മഹാൻ. ആനബാബന്റെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, വിദ്യാഭ്യാസ ബോർഡ് കൊണ്ടു നടക്കുന്ന മഹാൻ. ആ മഹാന്റെ നാട്ടിൽ രണ്ടാമത്തെ മദ്രസ മദ്രസത്തുൽ ബനാത്ത്. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ നോക്ക്. നമ്മുടെ വഫിയ കോഴ്സ് പോലെ, വഫിയ കോഴ്സ് വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വഫിയ കോഴ്സ്, പരീക്ഷ എഴുതാൻ കുട്ടികൾ എത്രയാ വരുന്നത്? ആ പരീക്ഷ പാസ്സാകുന്ന 5 കൊല്ലത്തെ പഠനം ഈ കുട്ടികൾക്ക് എന്തൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്? അത്ഭുതമല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഫാത്തിമ അഫ്ര കോളേജ്, വളരെ മനോഹരമായി ദീൻ പഠിപ്പിക്കുന്ന കോളേജ്. ചേളാരിയിൽ മറ്റൊരു കോളേജ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രാധാന്യം സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീകളെ കുറിച്ച് തന്നെ നിങ്ങൾ നോക്കൂ. ഈ പറയപ്പെടുന്ന സലഫി ചിന്താഗതിക്കാർ വയനാട്ടിൽ സമ്മേളനം നടത്തിയപ്പോൾ 7ാം വാർഷിക സമ്മേളനത്തിൽ അവർ പ്രസിദ്ധീകരിച്ച സുവനീർ ഉണ്ടല്ലോ, ആ സുവനീറിൽ മനോഹരമായി ഇബ്നു ബാസിന്റെ ഫത്വ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല ഇബ്നു ബാസിന്റെ ഗ്രന്ഥമുണ്ടല്ലോ അത്തബറുജു വഖതറുഹു, പുറത്തിറങ്ങലും അതിന്റെ അപായവും എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലും ഈ ചോദ്യോത്തരത്തിലും അദ്ദേഹം സ്ത്രീകളുടെ പഠന വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ മറുപടി പറയുന്നത്? അദ്ദേഹം പറയുന്ന മറുപടി കൃത്യമാണ്. ആവശ്യമില്ലാത്ത വിഷയം സ്ത്രീ പഠിക്കേണ്ടതില്ല. എത്രത്തോളം ഇബ്നു ബാസ് പറഞ്ഞു, അദ്ദേഹം കൃത്യമായി ഫത്വ കൊടുത്തു. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും സ്ത്രീ പഠിക്കേണ്ടതില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇബ്നു ബാസ് പറഞ്ഞാൽ പുരോഗമനം. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഴയകാല കാര്യങ്ങൾ ഉദ്ധരിച്ചാലോ അത് പെണ്ണുങ്ങളെ പഠന സഹായത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കാത്ത സംഘടനയുടെ പ്രവർത്തനമാകുന്നു. ഈ വൈചിത്ര്യമാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് പഴഞ്ചനാണെന്ന് വെച്ചുകെട്ടി ഒരു സമൂഹത്തെ ഇല്ലാത്ത കാര്യം പറഞ്ഞ ആരോപണം ഉന്നയിച്ച് ഈ സമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അകറ്റാനുള്ള ശ്രമം, അവിടെയാണ് നമ്മൾ ഇതിനെ വളരെ വ്യക്തമായി സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അന്ധവിശ്വാസം എന്ന ഒന്നും ഒരിക്കലും സമത്ത അംഗീകരിച്ചിട്ടില്ല. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ അവസാനത്തേതിൽ കൃത്യമായി പറഞ്ഞു അന്ധവിശ്വാസത്തിന്റെ നിർമ്മാർജ്ജനം ഇതിന്റെ ലക്ഷ്യമാണ്. ഒരു കാരണവശാലും അന്ധവിശ്വാസം സമത്ത അംഗീകരിക്കില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മുഴുവൻ വിശ്വാസമാവുകയും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതൊക്കെ അന്ധവിശ്വാസമാവുകയും ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാത്രമാണോ ദീന്? ഒരു ചെറിയ ഉദാഹരണം നോക്കണേ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ലല്ലോ. യമൻ എന്ന് പറയുന്ന പ്രദേശം, അതിന്റെ തലസ്ഥാനം സൊൻആയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൃത്യം പറഞ്ഞാൽ 2100 ഉണ്ട്. 2100 കിലോമീറ്റർ. ഇന്നത്തെ മാപ്പ് വെച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചില്ലറ വ്യത്യാസമൊക്കെ ഉണ്ടാകാം.
2100 കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിലെ സ്വൻആയിൽ നിന്നും ബൽഖീസ് സിംഹാസനം എന്റെ മുമ്പിലേക്ക് ആരിപ്പോൾ കൊണ്ടുവരും? ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചോദിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പലസ്തീന്റെ മണ്ണിലേക്ക് ആ സിംഹാസനമാണെങ്കിലോ വലഹാ അർശുൻ അദീം എന്നല്ലേ പറഞ്ഞത്? ഒരു വലിയ സിംഹാസനം, ഭാരമുള്ള ഒരു ഭീമാകാരമായ സിംഹാസനം. ഒരാൾ പറഞ്ഞു, അങ്ങീ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. പോരെന്ന് പറയുന്നു. അപ്പോഴാണ് മറ്റൊരാൾ പറയുന്നത് കബറയ്യർത്തയിലേക്ക് തുറഫു, കണ്ണടച്ചു തുറക്കും മുമ്പ് കൊണ്ടുവരാം. ഭീമാകാരമായ സിംഹാസനം 2100 കിലോമീറ്റർ അപ്പുറേ നിന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കാൻ ഫാക്സ് അയക്കാൻ പറ്റുമോ? ഇമെയിൽ അയക്കാൻ പറ്റുമോ? വാട്സപ്പിൽ ഇടാൻ പറ്റുമോ? ആ സാധനം പൊക്കിപ്പിടിച്ചു കൊണ്ടുവരണ്ടേ? അത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവരാൻ ആരാ പോയത്? ആസഫുൻ വർഹിയ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അഗാധ പാണ്ഡിത്യമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു മഹാ. എന്തിനെ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത ഈ കാര്യം ഖുർആൻ അവതരിപ്പിച്ചു? അള്ളാഹുവിന്റെ ഔലിയാക്കൾ പടച്ചറപ്പുമായി അടുത്ത മഹത്തുക്കൾ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ചിന്തിക്കൂ നിങ്ങൾ. അള്ളാഹു ഒരു മനുഷ്യന് കഴിവ് കൊടുക്കുന്നതിന് പരിധിയില്ല. ആസഫുൻ വർഹിയ സ്വന്തം കഴിവ് കൊണ്ട് കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അവിടെ ആസഫുൻ വർഹിയ എന്ന് പറയുന്ന മഹാനത് കൊണ്ടുവന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. ഒരാൾക്ക് അള്ളാഹു അമിതമായി കഴിവ് കൊടുക്കുമെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായത് മാത്രമേ അംഗീകരിക്കാവൂ. നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമേ അംഗീകരിക്കാവൂ. അത്ര വലിയ തലച്ചോറൊന്നും പടച്ചറപ്പ് നമുക്ക് തന്നിട്ടില്ലല്ലോ. ഒരു കാര്യം നോക്കുന്ന ഹുവൈബ് റളിയല്ലാഹു തആല തടവിലിടപ്പെട്ടു. മഹാനവറുകൾ തടവിൽ കിടക്കുമ്പോൾ ഹാരിസ് എന്ന് പറയുന്ന ഒരു മുസ്ലിമായ അന്നത്തെ ഖുറൈശി പ്രമുഖന്റെ വീട്ടിലാണ്. ആ തടവിലിട്ട വ്യക്തിയെ നാളെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകും. അപ്പോൾ എന്തൊരു സുരക്ഷിതമായ കാവലാണ്. ഹാരിസിന്റെ മകൾ വളരെ കൃത്യമായി അദ്ദേഹത്തെ പ്രഭാതത്തിൽ പോയി നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നു, നല്ല തടവ് പുള്ളി. ആ തടവ് പുള്ളിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് പെണ്ണിന്. ഹാരിസിന്റെ മകൾ ബിൻതുൽ ഹാരിസ് പറയുന്ന വാചകം താരീഖിന്റെ കിതാബിലുണ്ട്. അവൾ കൃത്യമായി പറയുന്നു, ലഖദ് റഅയ്തുഹു യഅകുലു മിൻ ഖിതഫി ഇനബിൻ. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നല്ല മുന്തിരി ഇങ്ങനെ എടുത്തു തിന്നുന്നു. നിങ്ങൾ നോക്കൂ, തടവിലിടപ്പെട്ട ഒരു വ്യക്തി ആരും മുന്തിരി കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. കൃത്യമായി താരീഖിന്റെ കിതാബിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം നിരവധി ചരിത്രകാരന്മാർ ഒരുപോലെ ഉദ്ധരിച്ച ഹാരിസിന്റെ മകളുടെ വാചകം. തടവിൽ കിടക്കുന്ന നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഈ മനുഷ്യന്റെ തടവിൽ അദ്ദേഹം നല്ല മുന്തിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് പറയുന്നു, വമാബി മക്കത്ത സമയവുമൈദിൻ സമറത്തുൻ. അക്കാലത്ത് മക്കത്ത് അങ്ങനെയുള്ള ഒരു പഴവുമില്ല. അത് പഴ എവിടുന്ന് വരാനുമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് പോയി എവിടെന്നെങ്കിലും കൊണ്ടുവരാനോ ഇരും ചങ്ങതനാണ്. രണ്ട് കാര്യമാണ് പെണ്ണ് പറഞ്ഞത്. മക്ക മാർക്കറ്റിൽ അന്ന് അങ്ങനത്തെ ഈത്തപ്പഴം, അന്നത്തെ മുന്തിരി. അതുപോലെ ഇദ്ദേഹമാണെങ്കിൽ തടവിൽ ഇടപെട്ട് ചങ്ങലയിൽ ബന്ധിതനാണ്. പിന്നെ എവിടുന്ന് കിട്ടി? ആ പെണ്ണ് തീർത്ത് പറഞ്ഞു, അത് റബ്ബുൽ ഇസ്സത്ത് നേരിട്ടിറക്കി കൊടുത്ത ഭക്ഷണമാണ്. മറിയം ബീവിക്ക് മിഹ്റാബിൽ ഇറക്കി കൊടുത്ത പോലെ അതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ പടച്ചറബ് ചിലർക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹം നൽകും. അതാർക്കാ നൽകുക? അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക്, മഹത്തുക്കൾക്ക്. അപ്പൊ നമ്മൾ കരുതും ഇതെന്താ അത്ഭുത സിദ്ധിയാണോ? തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ആരാണ് ഈ വലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരാളായി തെറ്റിദ്ധരിക്കേണ്ട. വലിയ എന്ന് പറഞ്ഞാൽ അൽ വലിയ ഹുവൽ ഖരീബു ഫിൽ ലുഗ. ഭാഷയിൽ വലിയ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആൾ എന്നതിന് അർത്ഥമുണ്ട്. വലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഭാഷാർത്ഥം അടുത്ത് നിൽക്കുന്ന ആള്. നമ്മളിപ്പോൾ പടച്ചറപ്പിനോട് അടുത്ത് നിൽക്കുന്ന ആൾ. അതെങ്ങനെയാ പടച്ചറപ്പിനോട് അടുത്ത് നിൽക്കുന്നത്? മാരണവിദ്യ കൊണ്ടാണോ? അത്ഭുത സിദ്ധി കൊണ്ടാണോ? അല്ല. അപ്പോൾ ഫൈദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദറത്തില്ലാഹി. ഒരു അടിമ, നമുക്കൊക്കെ ഈ അടിമകൾപ്പെട്ട ഏതെങ്കിലും ഒരു അടിമ ഖരീബൻ മിൻ ഹദറത്തില്ലാഹി, അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഏറ്റവും അടുത്ത ആളായി മാറിയാൽ എങ്ങനെ മാറും? എങ്ങനെ അടിമ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഫൈദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദറത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഹദറത്തിൽ ഏറ്റവും സ്ഥാനമുള്ള അടുപ്പമുള്ള ഒരു വ്യക്തിയായി ഒരു അടിമ മാറിയാൽ എപ്പോഴാണ് ആ അടിമ? ബിസബബി കസറത്തി ത്വാഅതിഹി വ കസറത്തി ഇഖ്ലാസിഹി. മുഖ്ലിസായി പടച്ചറബിനെ ആരാധിച്ചൊരു വ്യക്തി പടച്ചറബിലേക്ക് അങ്ങ് അടുത്താൽ വകാന റബ്ബു ഖരീബൻ മിൻഹു, അള്ളാഹു അവനോട് ഇങ്ങോട്ടും അടുക്കും. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം ഒരു ചാൺ അങ്ങോട്ട് അടുക്കുമ്പോൾ ഒരു മുഴം പടച്ചറബ് ഇങ്ങോട്ട് അടുക്കും. എങ്ങനെയാണ് പടച്ചറബ് അടുക്കുക? ഇങ്ങോട്ട് ഇറങ്ങി വരലാണോ? അല്ല. ബിറഹ്മതിഹി വ ഫദ്ലിഹി ഇഹ്സാനിഹി. അവന്റെ റഹ്മത്ത്, ഫദ്ല്, ഇഹ്സാൻ, പടച്ചറബിന്റെ അനുഗ്രഹം, പടച്ചറബിന്റെ ഔദാര്യം, പടച്ചറബിന്റെ കുറെ നന്മകൾ അത് ഈ വ്യക്തിക്ക് പടച്ചറബ് അങ്ങ് കൊടുക്കും. ഫഹുനാക ഹസനത്തിൽ വിലായ, അപ്പോൾ ആ വ്യക്തിക്ക് വിലായത്തിന്റെ പദവി ലഭ്യമാകും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ വലിയ എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു.
ആ വലിയ എന്തെങ്കിലും ഒരു കറാമത്ത് കാണിക്കുന്നുവെങ്കിൽ അത് ആ പ്രവാചക മുഅ്ജിസത്തിന്റെ ഭാഗമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, മദീന പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥി, സുഫത്തിന്റെ അഹ്ലുകാരിൽ എടുത്തു പറയപ്പെടുന്ന പ്രമുഖൻ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി തങ്ങളെ സമീപിച്ചു. നബി തങ്ങളെ സമീപിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി തങ്ങളെ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ, ഞാൻ അങ്ങയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നു, പക്ഷെ ഒക്കെ മറന്നുപോകുന്നു. അതുകൊണ്ട് വലാകിൻ ഉഹിബ്ബു അല്ലാ അൻസ, അതൊന്നും മറക്കാതിരിക്കാൻ എന്തെങ്കിലും കിട്ടണമെന്നൊരു മോഹം എനിക്കുണ്ട്. എനിക്കെന്റെ ഈ ഓർമ്മശക്തി നിലനിർത്തി കിട്ടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഇതങ്ങ് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? ഉബ്സുത് റിദാഅക, നിന്റെ മുണ്ടും ഇങ്ങോട്ട് വിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു ചികിത്സയാണ്? ഇതെന്തൊക്കെയാണ്? എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട ജമിഅത്തുൽ മുഅല്ലിമീന്റെ സന്ദേശപ്രകാരം വന്ന ചെറുപ്പക്കാരെ ചിന്തിക്കൂ. തിരുത്തൂതർ പറഞ്ഞു, നിന്റെ കയ്യിൽ മുണ്ടുണ്ടെങ്കിൽ വിരിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല മുണ്ടിങ്ങനെ നീർത്തി വിരിച്ചു കൊടുത്തു. മുണ്ടങ്ങ് നീർത്തി വിരിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ചരിത്രകാരന്മാർ പറയുന്നു, ഹദീസിന്റെ കിതാബിൽ പറയുന്നു, ഫഖദഫ ബിയദിഹി ശരീഫത്തി മവാദിദ, ഷറഫാക്കപ്പെട്ട കരതലം കൊണ്ട് വായുമണ്ഡലത്തിൽ നിന്ന് എന്തോ വാരിയിട്ട് ആ മുണ്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. എന്താണ് വാരിയിട്ടത് ആർക്കും അറിയില്ല. മുണ്ടിലേക്ക് എന്തോ ഇങ്ങനെ വാരിയിട്ട് വായുവിൽ നിന്നൊന്ന് വാരിയിട്ട് കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ മുണ്ടിങ്ങനെ പിടിച്ചു. കുട്ടികൾ മത്സ്യം പിടിക്കാൻ മുണ്ട് വീഴ്ത്തി പിടിക്കും പോലെ ഇങ്ങനെ പിടിച്ചു. ഇതങ്ങ് വാരി ഇട്ട ഉടനെ നബി തങ്ങൾ പറഞ്ഞു, കൂട്ടിപ്പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് കൂട്ടിപ്പിടിച്ചു. ഒറ്റ കൂട്ടിപ്പിടിക്കൽ, നെഞ്ചോട് ചേർത്ത് പിടിച്ചതോടു കൂടി. എന്ത്? ഒരു മുണ്ടിൽ എന്തുണ്ട് കാണുന്നില്ല. ആ കൂട്ടിപ്പിടിച്ച പിടുത്തമേ എനിക്കറിയൂ. ഫമാ നസീതു ശൈഅൻ ബഅദു, ആ സംഭവത്തിന്റെ ശേഷം കേൾക്കുന്ന ഒരു സംഗതിയും ഞാൻ മറന്നിട്ടില്ലെന്ന് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതായി ഹദീസിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ കോരിയിട്ടത്? അറിയില്ല. ഇതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാമോ? അതിനെ നിഷേധിക്കാമോ? നിങ്ങൾ പറ. അതിനെ നിഷേധിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. മാത്രമല്ല, സലഫികൾ പോലും വിതരണം ചെയ്ത പുസ്തകമുണ്ട്. ഇപ്പോൾ മക്കത്ത് തന്നെ വിതരണം ചെയ്ത് നിങ്ങൾ പോയാൽ കിട്ടും. അവിടെ ഉണ്ട് ഒരു പുസ്തകം, ദിക്റാനിൽ മദീനത്തിൽ മുനവ്വറ. ഒരു ഭാഗത്ത് ദിക്റാമിനൽ മദീനത്തിൽ മുനവ്വറ, ഇപ്പുറത്തേക്ക് മറിച്ചു പിടിച്ചാൽ മെമ്മറീസ് ഓഫ് ദ ലൂമിനസ് സിറ്റി, അറബിയും ഇംഗ്ലീഷ് പുസ്തകത്തിൽ. അത് എഴുതിയത് അവിടെ തന്നെയുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ, അത് എഴുതി ഖാലിദ് മുഹമ്മദ് ഹാമിദ് എന്ന പണ്ഡിതൻ. ഇന്നും മദീനത്തെ ഹറമിന്റെ ചുറ്റുവട്ടത്തെ പല പുസ്തകങ്ങളും അത് വിറ്റുകൊണ്ടിരിക്കുന്നു. അതിൽ കൃത്യമായി പറയുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ബറക്കത്തിന്റെ കഥ പറയുന്നത്, ജാബിർ റളിയല്ലാഹു തആല ഖന്തക്കിൽ കിടങ്ങു കീറുന്ന സമയം നബി തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച്, 2 കല്ല് വെച്ച് കെട്ടി പട്ടിണി കിടന്ന് കിടങ്ങ് വെട്ടിപ്പൊളിക്കുന്ന രംഗം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല രഹസ്യമായി വന്ന് നബി തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, നബിയെ, ഒരൽപ്പം മാംസം, ഒരൽപ്പം എന്റെ മാവും എന്റെ ഉണ്ട്, ഒന്ന് വരണം, അങ്ങേക്ക് ഞാൻ ഭക്ഷണം തരാം. ഈ ക്ഷണം നബി തങ്ങൾ ഉൾക്കൊണ്ടു. ജാബിർ റളിയല്ലാഹു തആല പോകാൻ പറഞ്ഞു. നബി തങ്ങൾ എല്ലാവരെയും വിളിച്ചു. സ്വകാര്യം പറഞ്ഞത്, എല്ലാവരെയും വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പോയി. ജനങ്ങളെ കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു തആല പേടിച്ചുപോയി. ജലാഹു തആലയോട് നബി തങ്ങൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞാൻ വരാതെ ചട്ടി ഇറക്കരുത്, മാവ് കുഴച്ച് പാകപ്പെടുത്തി വെച്ചാൽ മതി, ചുടരുത്. നബി തങ്ങൾ ചെന്ന് ബറക്കത്താക്കിയതിനു ശേഷം ചുട്ടു, എല്ലാവർക്കും കൊടുത്തു. ജാബിർ റളിയല്ലാഹു തആല തന്നെ കൃത്യമായി പറയുന്നു. അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, ഫഉഖ്സിമു ബില്ലാഹി, പടച്ച റബ്ബാണേ സത്യം ഞാൻ പറയുന്നു, ലഖദ് അകലു ഹത്താ തറകൂഹു അൻഹറഫു, അവർ തിന്നിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോയി. അദ്ദേഹം തന്നെ മറ്റൊരു വാക്കിൽ പറയുന്നുണ്ട്, വൽ ഖൗമു അൽഫുൻ, 1000ഓളം ആളുകൾ, 2 or 3 ആൾക്ക് തിന്നാനുള്ള ഭക്ഷണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, 1000ഓളം ആളുകൾ കഴിച്ചു. എന്നിട്ട് അദ്ദേഹം കൃത്യമായി പറയുന്നു, അവർ തിന്ന് പിരിഞ്ഞു പോയിന്ന് മാത്രമല്ല, വൈന്ന ബുർമത്തനാല താഴ്ത്തു, ഞങ്ങളെ ചട്ടി അപ്പോഴും നിർഭരമായി നിൽക്കുക, ഞങ്ങളെ ചട്ടിയിൽ അപ്പോഴും. എങ്ങനെ ഈ ചട്ടിയിൽ ഇത്ര സാധനമാക്കിയത്? ഇത് ഈ പുസ്തകത്തിൽ ഇപ്പോഴും വിതരണം ചെയ്യുന്നു. സൗദി അറേബ്യയിൽ പോലും അവിടെ മുഴുവൻ സെലഫിസമാണെന്ന് പറയുന്ന ആളുകൾ എന്ത് സെലഫിസമാണ് അവർ ഉൾക്കൊണ്ടത്? അവർ കൃത്യനെ അതിന്റെ ഇംഗ്ലീഷിൽ അവർ പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് അദ്ദേഹം ഖാലിദ് മുഹമ്മദ് പറയുന്നു, വേർ ദ ഫുഡ് ഹി ഹാഡ് പ്രിപ്പയർഡ് ടു ഫീഡ് ദ പ്രോഫറ്റ്, പ്രവാചകന് കൊടുക്കാൻ വേണ്ടി ഈ ഭക്ഷണം അദ്ദേഹം പാകം ചെയ്തു. ജാബിർ റളിയല്ലാഹു തആല ആൻഡ് എ ഫ്യൂ കമ്പാനിയൻസ്, അദ്ദേഹത്തിന്റെ കുറച്ചു കൂട്ടുകാർക്ക് മാത്രമേ കൊടുക്കാനേ ഉള്ളൂ. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് ദ ട്രഞ്ച്, ബാറ്റിൽ ഓഫ് ട്രഞ്ച് എന്ന് പറഞ്ഞാൽ കിടങ്ങിന്റെ യുദ്ധസമയത്ത് അഥവാ ഖന്തക്ക് യുദ്ധസമയത്ത്. എന്നിട്ട് പറയുന്നു, വാസ് മിററി ഇൻക്രീസ്, അത്ഭുതകരമായി ആ ഭക്ഷണം വർദ്ധിച്ചു. ബൈ ദ പ്രോഫറ്റ് ടു ഫീഡ് ദ ഹോൾ ആർമി, ഹോൾ ആർമി, സൈന്യത്തിന് മുഴുവൻ തിന്നാൻ മാത്രം അത് പ്രവാചകൻ ബറക്കത്താക്കി എന്ന് പറയുന്ന ആരാ? സൗദിയിലെ ഇപ്പോഴത്തെ പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് എങ്ങനെ 4 ആൾക്ക് തിന്നാനുള്ളത് 1000 പേർക്ക് കൊടുക്കാൻ പറ്റിയത്?
അതെന്താണ് അതിന്റെ രീതിശാസ്ത്രം നിങ്ങളൊന്ന് പറ. അതാണ് ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി. ഈ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതേ പുസ്തകത്തിൽ തന്നെ പറയുന്നു പരിശുദ്ധമായ മദീനയുടെ 3-ാം നമ്പർ വാതിലിനെ കുറിച്ച്. ആ വാതിലിനെ കുറിച്ച് വിഷയം പറയുന്നുണ്ട്. ബാബുർ റഹ്മാൻ എന്ന പേര്. എന്താ ബാബുർ റഹ്മാൻ എന്നുള്ള പേര് വരാൻ കാരണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഖുത്ബ ഓതുമ്പോൾ അറാബി വന്നു നിന്നത് അവിടെയാണ്. അറാബി വന്നിട്ട് പരാതിപ്പെടും, നബിയെ യാ റസൂലല്ലാഹ് ഹലക്കത്തിൽ അംവാലു മൻഖതഅത്തി സുബുൽ, ഒക്കെ നാശത്തിലായി നബിയെ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയെ, അള്ളാഹുവിനോട് മഴ ചോദിക്കണം. ഈ അറാബിക്ക് നേരിട്ട് പടച്ച റബ്ബിനോടൊക്കെ പറഞ്ഞാൽ പോരെ? നബി തങ്ങൾ എന്താ മിമ്പറിൽ നിന്ന് പറയേണ്ടത്? ഒന്നുകൂടി ഖുത്ബ ഓതണം. അല്ലെങ്കിൽ അവരോട് പറയണം, നീ മിണ്ടാതിരി, ചോദിക്കേണ്ടത് എന്നോടല്ല പടച്ച റബ്ബിനോട് ചോദിച്ചോ എന്ന് പറയണ്ടേ? മദീനത്തെ പള്ളിയിൽ ദീൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ ഏതാ? മാ ബൈന മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തോപ്പാണ്. എന്താ കാരണം? അത് സ്വർഗ്ഗത്തോപ്പാകാൻ കാരണം ദീൻ പഠിപ്പിച്ചത് അവിടെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ മദീനത്ത് ജീവിച്ച കാലഘട്ടത്തിൽ 23 വർഷക്കാലം അള്ളാഹുവിന്റെ തിരുദൂതർ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു. 13 കൊല്ലം പരിശുദ്ധ മക്കത്തുണ്ടെങ്കിൽ പരിശുദ്ധ ബാക്കി 10 കൊല്ലം മദീനത്ത. അതിൽ പുറത്തുപോയ സമയമൊക്കെ ഒഴിച്ച് ബാക്കി യുദ്ധത്തിനും മറ്റു ആവശ്യങ്ങൾക്കും പോയ സമയമൊഴിച്ച് ബാക്കി മുഴുവൻ മദീനത്തെ പള്ളിയില. പള്ളിക്ക് ചാരത്താ വീട്. ആ വീടിന്റെയും ഈ മിമ്പറിന്റെയും ഇടയ്ക്കിരുന്നു കൊണ്ടാണ് ഈ ദീൻ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തത്. സ്വഹാബത്തിന് നിന്നും ഇരുന്നും കിടന്നും പഠിപ്പിച്ച ദീന്. ആ ദീൻ നിലനിർത്തിയ സ്ഥലമാണ് ഇന്ന് റൗള. ആ റൗളയിലുള്ള മിമ്പറിൽ വെച്ചിട്ടാണ് നബി തങ്ങൾ ദീൻ പഠിപ്പിക്കുന്നത്. ലോകത്തിന് പഠിപ്പിക്കുമ്പോൾ നബി തങ്ങൾ എന്താ പഠിപ്പിക്കേണ്ടത്? നീ എന്നോടല്ല മഴ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് ചോദിക്കട എന്ന് പറയണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് എന്തിനാ ഒന്ന് ചോദിക്കുന്നത്? നിനക്ക് നേരിട്ട് അങ്ങ് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞില്ലല്ലോ. വലവന്നഹു എന്ന് പറഞ്ഞിട്ട് ജാഊക എന്നല്ല ഖുർആൻ പറഞ്ഞത്. തെറ്റ് ചെയ്ത ആളുകൾ നബിയെ നിങ്ങളടുത്ത് വരും, എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന്. എന്താ ഇങ്ങനെ പഴയ കാലത്ത് ട്രങ്ക് കോള് ബുക്ക് ചെയ്യുന്ന പോലെ നേരെ അങ്ങ് വിളിച്ചാൽ പോരെ? എന്താ അങ്ങനെ ചോദിക്കാത്തത്? അതിന്റെ അർത്ഥം അങ്ങനെ ചോദിച്ചെങ്കിലേ പടച്ച റബ്ബിൽ നിന്ന് ഉത്തരം വേഗത്തിൽ കിട്ടൂ. അതുകൊണ്ട് തന്നെ അറാബി നബി തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചതിന്റെ ഗുണം കണ്ടല്ലോ. ഇവന്റെ ചോദ്യത്തിന്റെ ഗൗരവം കൊണ്ട് നബി തങ്ങൾ നന്നായി അങ്ങ് ദ്വാരുന്നു. നന്നായി അങ്ങ് ദ്വാ ചെയ്തപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നു, ഫലാ വല്ലാഹ്, അള്ളാഹുവാണേ സത്യം, മാ റഅയ്ന ശംസ സിത്ത, 6 ദിവസം പിന്നെ സൂര്യനെ കണ്ടില്ല. ആ ജാതി മഴ. അടുത്ത ആഴ്ച അറാബി വീണ്ടും വന്ന് കേസ് ഫയൽ ചെയ്ത്, നബിയെ മതി മഴ, ഒന്ന് നിർത്തി കിട്ടാൻ ദ്വാരക്കോന്ന് ചോദിച്ചു. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ തുടങ്ങാനും മഴ അവസാനിപ്പിക്കാനും നബി തങ്ങളെ വന്ന് ദ്വാരപ്പിച്ചു. അവൻ മഹാന്മാരെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ ദുആ ചെയ്തത് പോലെ ആകില്ല. വലിയ മഹത്തുക്കൾ ദുആ ചെയ്താൽ ചിലർ ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇതൊക്കെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുമ്പോ നമ്മൾ എന്തിനാ ഇതിനെ നിഷേധിക്കുന്നത്? നമ്മൾ എന്തിനാ ഇതിനെ ആക്ഷേപിക്കുന്നത് എന്ന് കരുതി ലോകത്തുള്ള സകല അന്ധവിശ്വാസങ്ങളെയും നമ്മൾ പേറണ്ട. ആരെങ്കിലും കള്ളത്തരം നടത്തിയാൽ അത് അംഗീകരിക്കരുത്. SKSSFന്റെ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ? അവരാണ് ആദ്യമായി നമ്മുടെ കേരളത്തിൽ ജീർണതയ്ക്കെതിരെ ജിഹാദ് നയിച്ചത്. കള്ള ത്വരീഖത്തിന്റെ ആളുകളെ മുഴുവൻ വലിച്ചു പുറത്തിട്ടു. ഷെയ്ഖുന ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറൂർ ചോറ്റൂർ ത്വരീഖത്തുകാരെ മുഴുവൻ വലിച്ചിട്ടു. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. വഅബ്ദു റബ്ബക ഹഖൽ യഖീൻ, അല്ലാഹു ഉണ്ട് എന്ന് ഉറപ്പായ പിന്നെ ആരാധന വേണ്ട, അതുവരെ മതി. അള്ളണ്ട് എന്ന് ഉറപ്പാവാറില്ല ആരാധന. വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചോ. ഹത്താ യഅതിയകൽ യഖീൻ, എനിക്ക് റബ്ബുണ്ട് എന്ന് ഉറപ്പ് വരുന്നവരെ പിന്നെ വേണ്ട. അപ്പൊ ത്വരീഖത്തിലാണ് ചേർന്നാൽ പിന്നെ നിസ്കാരം വേണ്ട, കാരണം അള്ളണ്ടെന്ന് ഉറപ്പായി. ഇങ്ങനെ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊള്ളത്തരം ശരിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു മഹാന്മാർ. അതിലൊന്നാം നിൽക്കുന്ന മഹാനാണ് ശൈഖുന ശംസുൽ ഉലമ. ഒരു കാരണവശാലും നമ്മുടെ സമുദായം തെറ്റ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞതേ സമത്തെയും പറയുന്നുള്ളൂ, ജമിയത്തുൽ മുഅല്ലിമീനും പറയുന്നുള്ളൂ. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ എന്താ പറഞ്ഞത്? അബൂ യദീസുൽ ബിസ്താമി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് തന്നെ. ബിസ്താമി തങ്ങൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവരുത്. ലൗ അന്ന റജുലൻ ബസത മുസല്ലാഹു ഫിൽ ബഹർ, ഒരാള് കടലിൽ മുണ്ടിട്ട് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു. കടലിൽ മുണ്ടിട്ട് അങ്ങ് നിസ്കരിച്ചു. കുറച്ചങ്ങോട്ട് പോയിട്ട് അറബിക്കടലിന്റെ തീരത്ത് എന്നിട്ട് ബഹറിൽ തിരമാലക്ക് മുകളിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഔ തറബ്ബഅ ഫിൽ ഹവാ, അല്ലെങ്കിൽ വായുമണ്ഡലത്തിൽ ചമ്രം പടിഞ്ഞിരുന്നു. ഒരാൾ ഇവിടെ ഇങ്ങനെ ഹെലികോപ്റ്റർ പോലെ നിന്ന് കറങ്ങി അങ്ങനെ ഉണ്ടാവും. നൂലും വെള്ളവും കോമു ക്യൂ നിൽക്കൂല ഇവിടെ. മഹാനവർകൾ പറഞ്ഞു, ദീൻ പറഞ്ഞ എന്താ? ഫലാ തഗ്തറൂ ബിഹി, ചതിയിൽ കുടുങ്ങാൻ പോണ്ട. ആകാശത്ത് കൂടെ പറന്നാലും വെള്ളത്തിൽ നടന്നൊന്നും വലിയാവില്ല, അതൊന്നും വലിയാവില്ല. എന്ത് ചെയ്യണം? ഹത്താ തൻദുറൂ, നിങ്ങൾ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കൈഫ തജിദൂനഹു, അവൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ. ഏത് വിഷയത്തിൽ? ഫിൽ അംരി വന്നഹി വഹിഫ്ദിൽ ഹുദൂരി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ മാനദണ്ഡങ്ങളിൽ വിധി വിലക്കുകൾ പാലിക്കുന്നുണ്ടോ, ഹദ് പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കുക. എന്നിട്ട് നിങ്ങൾ അവനെ വലിയ അത്ഭുതം കാണിച്ചതുകൊണ്ട് വലിയാവില്ല, അത്ഭുതം കാണിച്ച വലിയല്ല.
വലിയ അത്ഭുതം കാണിക്കുമെന്നേ ഉള്ളൂ. വലിയ അത്ഭുതം കാണിക്കുന്ന വിറ്റ് കാശാക്കാന, അന്നം തേടാനല്ല, വയറ്റപ്പടപ്പിനല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് പ്രദർശിപ്പിച്ചു കൊടുക്കും, അവർക്ക് യഖീൻ ഉണ്ടാകാൻ വേണ്ടി. അല്ലാതെ അത് ഒരു ഉപജീവനമാക്കി മാറ്റിയ ഒരു ചരിത്രം നമുക്ക് ആരെയും കാണുന്നില്ല. ആ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം അത്ഭുതകരമായിരിക്കും. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവർ ചെയ്യും. ഉദാഹരണം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലാരംഭം. ആ കാലാരംഭത്തിൽ നബി തങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്കറിയാമല്ലോ. അന്ന് അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു തആല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എടുത്ത് പഠിച്ചു നോക്കൂ, കുട്ടികൾക്ക് കാണാൻ കഴിയും, ചരിത്ര ബോധമുള്ളവർക്ക് പഠിക്കാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉഖബത്ത് ഇബ്നു അബീ മുഖൈത്തിന്റെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഇടയനാണ്. ഉഖബത്ത് ഇബ്നു അബീ മുഖൈത്തിന്റെ ആടുകളെ മേച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി, ഒരു ബാലൻ, അദ്ദേഹത്തിന്റെ പേര് ലോകപ്രശസ്തനായതായി മാറിയ മഹാൻ ആ അബ്ദുള്ള. ആ കുട്ടി ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്നു. രണ്ട് അപരിചിതരായ ആളുകൾ പറമ്പിലൂടെ കടന്നു വരുന്നു. രണ്ട് അപരിചിതർ. ചരിത്രം പറയുന്നു, ഒന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേരും വന്നിട്ട് ചോദിച്ചു, നബി തങ്ങൾ ചോദിച്ചു അത്രേ, ഒരു കുട്ടിക്ക് ഇതൊരാളിനെ അറിയുള്ളൂ, ചെറിയ കുട്ടിയല്ലേ, ചോദിച്ചു, അല്പം ഒരു പാല് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്പം പാല് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ലാ അഫ്അലു, ഞാനത് ചെയ്യൂല. കാരണം എന്താ, വൽ ഗനമു ലൈസത്ത് ലി, ആട് എന്റേതല്ല, വഅന അലൈഹാ മുഅ്തമൻ, യേശുസ് ചേൽപ്പിച്ച ഒരു ചരക്കായി ഇത്, ഞാൻ ഇടയനാണ്, എനിക്ക് അങ്ങനെ തരാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തറ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ദുല്ലനി അലാ ഷാത്തിൻ ലം യൻസു അലൈഹാ ഫഹ്ലുൻ, ലം യൻസു അലൈഹാ ഫഹ്ലുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി പ്രയോഗാർത്ഥം ഈ എണചേരാത്ത അഥവാ കൂറ്റനാടുമായി സന്ധിക്കാത്ത ഒരു ആടിനെ നീ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാല് ചുരത്താൻ സാധ്യതയില്ലാത്ത ഒരാടിനെയാണ് പറയുന്നത്. കാരണം ഇണചേരാത്ത പ്രസവിക്കാത്ത ഒരാടിന് പാലിനില്ലല്ലോ. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ളൊരു കൊച്ചു ആമോനെ. അഷാറൽ ഉലാമു, ആ കുട്ടി കാണിച്ചു കൊടുത്തു, ഇലാ ഷാത്തിൻ സ്വൈറത്തിൻ, ഒരു ചെറിയ ആട്ടുംകുട്ടിയെ. ആ ആട്ടുംകുട്ടി ഇണ ചേർന്നിട്ടില്ല, ആട്ടുംകുട്ടിക്ക് അകിടില്ല, ആട്ടുംകുട്ടിക്ക് ഗർഭമില്ല, പ്രസവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കൊച്ചു ആട്ടുംകുട്ടിയെ കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ ആ ആട്ടുംകുട്ടിയെ അങ്ങ് പിടിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് ആ കുട്ടി തന്നെ പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, നബി തങ്ങൾ ആടിന്റെ അകിടിൽ ഇങ്ങനെ തടവിയപ്പോൾ ആ അകിടിങ്ങനെ വികസിച്ചു വന്നു. വികസിച്ചു വന്നപ്പോൾ ആ നബി തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൊണ്ടുവന്ന ഒരു കല്ല് പോലുള്ള ഒരു പാത്രത്തിലേക്ക് ആ പാലിങ്ങനെ കറന്നെടുത്തു എന്ന് മാത്രമല്ല, ശരിബ മിൻഹു ഹുവ, നബി തങ്ങൾ അതിൽ നിന്ന് കുടിച്ചു. സ്വാഹിബുഹു, കൂടെ ഉള്ള ആളും കുടിച്ചു. നബി തങ്ങൾ എന്ന് പറയുന്നില്ല, ഹുവാന്നേ പറയുന്നുള്ളൂ, കുട്ടിക്കാളെ മനസ്സിലായിട്ടില്ല. അയാളും കുടിച്ചു, കൂടെയുള്ള ആളും കുടിച്ചു. സുമ്മ സക്കാനി, പോരെ എന്നെ കുടിപ്പിക്കുകയും ചെയ്തു. എന്നെ കുടിപ്പിച്ചു മഅഹുമ, അവര് രണ്ടാളുടെ കൂടെ തന്നെ കുടിപ്പിച്ചു. എന്നെയും കുടിപ്പിച്ചു, അവർ രണ്ടുപേരും കുടിച്ചു. മാത്രമല്ല, വാന ലാ ആഖദു ഉസദ്ദിഖുമാ അറ, എനിക്ക് ആ കണ്ടത് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. കാരണം പ്രസവിക്കാത്ത ഒരു കൊച്ചു ആടിന്റെ അകിടിൽ കൈ വെച്ചുകൊണ്ട് പാല് കറന്ന് എന്നെയും കുടിപ്പിച്ചു. മാത്രമല്ല, ശേഷം അകിടിനെ ഇങ്ങനെ തട്ടിയപ്പോൾ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു. എനിക്കത് വിശ്വസിക്കാനാകുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഇപ്പോഴും ആ വെള്ളം കുടിച്ചത് വിശ്വാസത്തിന്റെ അനുഭവമാണ്. അങ്ങനെ അത്ഭുതത്തോടെ ഞാൻ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, അല്ലിംനീ മിൻ ഇൽമിക, നിങ്ങളെ ഇൽമൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ഞാൻ ഭവ്യതയോടെ ചോദിച്ചൊരു ബഹുമാനം കാണിച്ചു. മുസ്ലിം ആയിട്ടില്ല. അല്ലിംനീ മിൻ ഇൽമിക. അപ്പൊ നബി തങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക ഉലാമും മുഅല്ലം, ഇന്നക ഉലാമും മുഅല്ലം എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞത് പിൽക്കാലത്ത് അപ്പടി ഫലിച്ചു. അനുഗ്രഹീതനായ കുട്ടിയായി മാറി. എത്രത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇത്ര ആഴത്തിൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ ചരിത്രത്തിലാരാ? ഒരിക്കലൊരു സംഭവം കാണാൻ താരീഖിന്റെ കിതാബിൽ അറഫ സംഗമത്തിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൂഫക്കാരായ ഒരു പ്രതിനിധി സംഘത്തെ കണ്ടു. അവർ വലിയ കൗതുകത്തോടുകൂടി ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മനസ്സ് നിറയെ ഖുർആനുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളെ മനസ്സ് മുഴുവനും ഖുർആനാണ്. ഒരുപാട് ഇൽമുകൾ, മഅലൂമാത്ത് അദ്ദേഹത്തിന് ഖുർആനെ കുറിച്ചുണ്ട്. അത്ര വലിയ മഅലൂമാത്താണ് അദ്ദേഹത്തിനുള്ളത്. ഉമർ റളിയല്ലാഹു തആല കോപം സഹിക്കാൻ കഴിഞ്ഞില്ല, ദേഷ്യം പിടിച്ചു. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ എത്ര വിജ്ഞാനം നേടിയാലും അത്ര വലിയ വിജ്ഞാനമൊന്നും അതാകൂല. ആരാണിതെന്ന് ചോദിച്ചു ദേഷ്യം പിടിച്ചു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്, ഖുർആനല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടു എന്നാണ്. പക്ഷെ അവര് പറഞ്ഞു അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ദേഷ്യങ്ങൾ തണുത്തു. കാരണം അദ്ദേഹത്തിന് അത് ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അറിയാം. ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം മദീനയെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് കേട്ടപ്പോഴേക്കും ഉമർ തങ്ങൾ ഇങ്ങനെ തണുത്തു എന്നാ താരീഖിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അലമ അന്നഹു ബഖിയ അഹദും മിനൻ നാസി അഹഖു ബിഹാദൽ അംരി മിൻഹു. ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പോലെ യോഗ്യനായ ഒരാൾ എവിടെയും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് റൈറ്റ്. അദ്ദേഹം അത് സമ്മതിച്ചു. നോക്ക്, നിങ്ങൾ അത്ര വലിയ മുഅല്ലമായി, പഠിപ്പിക്കപ്പെട്ട വ്യക്തിയായി, ജ്ഞാനിയായി,
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറി ഈ സംഭവത്തിന്റെ സാക്ഷ്യപത്രം ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പ്രസവിക്കാത്ത ഒരു കൊച്ചു ആടിന്റെ അകിടിൽ നിന്ന് എങ്ങനെയാ പാല് ചുരത്തൽ? ആ രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതൊക്കെ തന്നെയാണ് പറയുന്നത്. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ. അത് ഓവറാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതേ നമ്മൾ അതൊക്കെ സാധാരണ മിതം തന്നെയാണ് എന്ന് കരുതി ഒരാൾ പറഞ്ഞാലും വിശ്വസിക്കൂല. ഞങ്ങൾ ഒരാൾ വെള്ളത്തിലൂടെ നടന്നാലും വിശ്വസിക്കില്ല. അത് ചെയ്യേണ്ടവർ ചെയ്യുമ്പോൾ അവർക്കതിന്റെ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കൂട്ടരെ. എങ്ങനെ വിശ്വസിക്കും? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മരിച്ചുപോയ ഒരാൾ പിന്നീട് നമുക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എങ്കിലും ചിന്തിച്ചോളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങളും ചരിത്രങ്ങളും. ഒരു ചെറിയ സംഭവം നോക്കൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മാസങ്ങളോളം വീട്ടു തണലിൽ അദ്ദേഹത്തെ ശത്രുക്കൾ ഉപരോധിച്ചിരിക്കുന്നു. താരീഖ് അൽ ബിദായിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായ വൻ നിഹായയിൽ ഉദ്ധരിക്കുന്നു. സമാന സംഭവം പല ചരിത്രകാരന്മാരും തത്തുല്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആലയുടെ ഉദാഹരണമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല തടവിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല പറയുന്നു, അതൈതു ഉസ്മാൻ യുസല്ലിമ അലൈഹി. ഞാൻ ഉസ്മാൻ റളിയല്ലാഹു തആലയെ തടവിലിട്ട സന്ദർഭത്തിൽ അവിടെ ചെന്നൊന്ന് സലാം പറയാൻ പോയി. ഏതായാലും തടവിൽ കിടക്കുകയല്ലേ, ഒന്ന് ആശ്വസിപ്പിക്കുന്ന നല്ലതല്ലേ എന്നു കരുതി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഓഹോ മഹ്സൂർ, അദ്ദേഹം ബന്ധിതനാണ്, തടവിലിടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ദഖൽതു അലൈഹി, ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഫഖാല മർഹബൻ ബി അഖി, എന്റെ സുഹൃത്തിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം വല്ലാതെ സ്വീകരിച്ചു. അങ്ങനെ എന്നെ സ്വീകരിച്ചുകൊണ്ട് ആകർഷിച്ചു. അങ്ങനെ ആദരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി ഫീ ഹാദിഹിൽ ഖൗഖതി, ഞാൻ ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ സ്വപ്നം കണ്ടു. നബിതങ്ങൾ എന്റെ അടുത്ത് വന്നു. ഇന്നലെ അള്ളാഹുവിന്റെ തിരുദൂതർ എന്റെ അടുത്ത് വന്നു. ഇത് സ്വപ്നമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണം. ഇപ്പൊ ചില സ്വപ്നങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആർക്കും വിശ്വാസം വരൂല. സത്യത്തെ മിഥ്യാവൽക്കരിക്കുന്ന ചില ആളുകൾ വന്നപ്പോഴുണ്ടായൊരു കുഴപ്പമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട് പറയുന്നതാരാ? ദുറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമ. അദ്ദേഹം പറയുന്നു, എന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ വന്നു. ഫഖാല, നബി തങ്ങൾ എന്നോട് ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ അനുഭവം വിശദീകരിക്കുന്നു. യാ ഉസ്മാൻ ഹസ്സറൂക, ഉസ്മാനെ നിന്നെ അവർ തടവിലിട്ടോ? വഅത്തശൂക, നിനക്കവർ എന്ന് പറഞ്ഞാൽ നിന്നെ അവർ വെള്ളം കിട്ടാതെ വിഷമിപ്പിച്ചുവോ? ഫഖുൽതു നഅം, അതെ, എനിക്ക് ദാഹമുണ്ട്, വിഷമമുണ്ട്, നല്ല ഒരു ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ എനിക്ക് സാധ്യമാകാത്ത വിധം ഞാൻ തടവിലാണ് നബിയെ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉസ്മാൻ റളിയല്ലാഹു തആല തടവിൽ കിടക്കുമ്പോൾ നബി തങ്ങൾ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടോ, ഉസ്മാനെ നിനക്ക് വിഷമമുണ്ടോ? പറയുന്നതാരാ? എന്നോട് നബി തങ്ങൾ ചോദിച്ചുവെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്ന വാക്കെന്താണ്? ഫഖുൽതു നഅം, ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോൾ ഫഅദ്ലാ ദൽവൻ ഫീഹി മാ, വെള്ളത്തിന്റെ ഒരു ബക്കറ്റ് എന്റെ മുമ്പിലേക്ക് നബി തങ്ങൾ നീട്ടിത്തന്നു. വെള്ളപ്പാത്രം നബി തങ്ങൾ എനിക്ക് നീട്ടിത്തന്നു. ഫശരിബതു, ഞാൻ കുടിച്ചു. നബി തങ്ങൾ നീട്ടിത്തന്ന ആ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിച്ചു. ഹത്താ റവൈതു, എനിക്ക് ദാഹം മാറുന്നതുവരെ. ഹത്താ, എത്ര ഞാൻ കുടിച്ചുവെന്നറിയുമോ? കൃത്യമായി അദ്ദേഹം അതിന്റെ അറ്റം വിശദീകരിക്കുന്നു. ഇന്നീല അജ്ദു ബർദഹു, ആ കുടിച്ച വെള്ളത്തിന്റെ തണുപ്പ് എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. മാ ബൈന സദിയയ്യ, എന്റെ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ, വ ബൈന കതിഫയ്യ, ഈ സ്ഥലങ്ങൾക്കിടയിലും ചുമലിന്റെ ഇടയിലും ഇത്രയും സ്ഥലത്ത് അതിന്റെ തണുപ്പിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്ര വലിയ തണുപ്പുള്ള നല്ല ഒരു ജലം എനിക്ക് തങ്ങൾ കുടിപ്പിച്ചു. മാത്രമല്ല അള്ളാഹുവിന്റെ തിരുദൂതർ എന്നോട് നേരിട്ട് ചോദിച്ചു, ഇൻ ശിഅ്ത നുസ്റത അലൈഹിം, നിനക്ക് താല്പര്യമുണ്ടോ? ഇവർക്ക് എതിരെ നിനക്ക് സഹായം ഞാൻ തരാം. ഈ വളഞ്ഞവരെ പാഠം പഠിപ്പിക്കാൻ സഹായം തരാം. ഫൈൻ ശിഅ്ത അഫ്തർത ഇൻദനാ, അതല്ല നോമ്പുകാരനായിരിക്കുന്ന നിങ്ങൾക്ക് പകൽ സമയത്ത് നോമ്പ് നോറ്റുകൊണ്ട് എന്റെ അടുത്തേക്ക് നോമ്പ് തുറക്കാൻ പോരണോ ഉസ്മാനെ? ഇവരെ ജയിച്ചടക്കണോ അതോ അവരുടെ കയ്യാൽ മരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന് നോമ്പ് തുറക്കണോ? ഉസ്മാൻ തങ്ങൾ പറയുന്നു, വഖ്തർതു അൻ ഉഫ്തിറ ഇൻദഹു, നബി തങ്ങൾ അടുത്ത് പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് ഞാൻ കരുതി. ഫഖുതില, അദ്ദേഹം കൊല്ലപ്പെട്ടു. ദാലിക്കൽ യൗം, അന്ന് വൈകുന്നേരം കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം കൃത്യമായി പറയുന്നു. നോക്ക് നിങ്ങൾ, നബി തങ്ങൾ നേരിട്ട് തടവറയിൽ വരിക, നബി തങ്ങൾ ബക്കറ്റിൽ വെള്ളം കൊടുക്കുക, അതിന്റെ തണുപ്പ് എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുക, നീ നോമ്പ് തുറക്കാൻ എന്റെ അടുത്തേക്ക് പോരുന്നുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുക, ആഗ്രഹിച്ചപ്പോൾ അതുപോലെ നടപ്പാവുക. ഇത് ചെയ്തു കൊടുത്തതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ താരീഖിനെ നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെ ദീനാണ് എന്ന് കരുതി സകല അന്ധവിശ്വാസവും നമ്മൾ അംഗീകരിക്കലല്ല. ഇത് ദീനാണ് കൂട്ടരെ. ഇബ്നുൽ അജൂസ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഒരു വയസ്സത്തി, ഇബ്നുൽ അജൂസ് വയസ്സത്തിന്റെ മകൻ. ഈ വയസ്സത്തിന്റെ മകൻ മരിച്ചപ്പോൾ അതിന് ദുഃഖമുണ്ടായി.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, മരിച്ചവരെ ഹയാത്താക്കും. വൗഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കുമായിരുന്നു. ഹയാത്താക്കിയ ആളുകളുടെ പട്ടികയിൽ സാമുവിന് നൂഹ് മുതൽ ഒരുപാട് ആളെ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ഇബ്നുൽ അജൂസാണ്, കിഴവിയുടെ മകൻ മരിച്ച ദുഃഖത്തിൽ കിഴവി ഇരിക്കുമ്പോ ആ കിഴവി പരാതിപ്പെടുമ്പോ ഈ മയ്യത്ത് ഈസാ നബി തങ്ങളുടെ സമീപത്തുകൂടെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈസാ നബി പടച്ചറപ്പിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ ഇയാളെ ജീവിപ്പിക്കണേ. ഓർക്കണേ, മയ്യത്തിന്റെ കട്ടിലിൽ കഫമ്പടോ പുതച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ ആ മയ്യത്ത് കട്ടിൽ എഴുന്നേറ്റിരുന്നു. മാത്രമല്ല ആളുകളുടെ പെരടിയിൽ നിന്നാൾ താഴത്തേക്ക് ഇറങ്ങി. വലബിസതിയാബഹു, കഫമ്പടോ മാറ്റിയിട്ട് വസ്ത്രം ഉടുത്തു. അഖിലഹു, വീട്ടിലേക്ക് പോയി. വഉലിദലഹു, താമസിച്ച് കുട്ടികളുണ്ടായിട്ട് പിന്നെയാണ് മരിച്ചത്. നോക്ക് നിങ്ങൾ, മയ്യത്ത് ഇങ്ങനെ പോകുമ്പോ എഴുന്നേറ്റ് ഇറങ്ങിയിട്ട് കഫമ്പടോ തുണിയാക്കിയിട്ട് മുമ്പ് വീട്ടുകാർ പോവാ. എന്താ സംഭവം? ആരാ പറയുന്നത്? ഇമാം റാസി തങ്ങളൊക്കെ തഫ്സീറിൽ മനോഹരമായി പറഞ്ഞു. ഖുർആൻ പറഞ്ഞു, വൗഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. തൗഹീദ് പഠിപ്പിക്കാമെന്ന പ്രവാചകനാണ് ഈ ചെയ്യുന്നത്. ഇതിന് സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ദീനല്ലേ? ഇതൊന്നും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനല്ലേ? ഉത്തമ നൂറ്റാണ്ടിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്? അൽ-ബഖറ സൂറത്തിൽ മഹത്തുക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സഹായം ചോദിച്ച അനുഭവം ഉണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലെ ഗത്ബാൻ ഗോത്രക്കാർ കൈബറിൽ പൊരുതി തോറ്റു, ഇടത്തേടി ജയിച്ചു. ബനി ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ വകാനൂ മിൻ ഖബ്ലി യസ്തഫൂന അല്ലദീന കഫറൂ. അവർ നിഷേധികൾക്കെതിരെ മുൻകഴിഞ്ഞു പോയ ആളുകളെ കൊണ്ട് ഇടതേടുമായിരുന്നു. എന്താ ഇടതേടൽ? ഇതിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതി, വകാനൂ യഖൂലൂന, അവർ യുദ്ധസമയത്ത് പറയുമായിരുന്നു, അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ ഉമ്മിയിൽ മബ്ഊസ് ഫീ ആഖിറിസ് സമാൻ. അല്ലാഹുവേ, അവസാന കാലത്ത് വരാനിരിക്കുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് എന്ന് യുദ്ധസമയത്ത് അവർ പറയുന്നു. അവർ ജയിക്കുന്നു. അതെന്തിനാ? വരാൻ പോണ നബി തങ്ങളെ കുറിച്ച് ഇവിടെ സഹായം ചോദിക്കുന്നത്? നമുക്ക് നേരെ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ പോരെ? അതല്ല പ്രധാനം. മഹത്തുക്കൾ ചെയ്ത പ്രവർത്തനം അതാ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഇമാമിന്റെ ശിഷ്യൻ ഇമാം ഷാഫി, മാലിക് ഇമാമിന്റെ ശിഷ്യൻ, നാഫി ഇമാമിന്റെ ശിഷ്യൻ. അങ്ങനെ ആ രീതിയിൽ നമ്മൾ വരുമ്പോൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർത്തിയ കാര്യം മാത്രം സമൂഹത്തോട് പറഞ്ഞ ഇമാം ഷാഫി തങ്ങൾ നഫീസത്തുൽ മിസ്രിയ ബീവിയോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ? നഫീസത്തുൽ മിസ്രിയ ബീവി ആരാ? ഹിജ്റ 145 മദീനയിൽ പറഞ്ഞ പെണ്ണാണ്. ആ പെണ്ണ് പഠിച്ച് ദീൻ നേടി ഉയർന്നു വന്ന് അവരുടെ പിതാവ് ഹസൻ അൻവർ എന്ന് പറയുന്ന മഹാൻ മദീനയിലെ ഗവർണറായിരുന്നു. മദീനന്റെ മകള് അദ്ദേഹം തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത് ഇമാം ജഅഫർ സ്വാദിഖിന്റെ മകൻ ഇസ്ഹാഖുൽ മുഅ്തമനാണ്. ഇസ്ഹാഖുൽ മുഅ്തമനുമൊത്ത് ജീവിച്ച് പിന്നീട് ഈജിപ്തിലേക്ക് പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, പിന്നെ ഈജിപ്തിൽ തന്നെ വന്നു, ആരാധനയിൽ മുഴുകി. ജനങ്ങൾക്കൊക്കെ വലിയ ഉപകാരമായി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ചികിത്സയൊക്കെ ദിക്ർ പറഞ്ഞു കൊടുക്കും, ചികിത്സ നടത്തും. അങ്ങനെ മഹദി മരിച്ചു. അവിടെ ഹിജ്റ 208 റമദാനിൽ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കെ മഹദി മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഇപ്പോഴും നമ്മൾ പോയാൽ നഫീസവിയുടെ മഖബറ ഈജിപ്തിൽ കാണാൻ കഴിയും. മരണപ്പെട്ടപ്പോൾ ഭർത്താവ് ഇസ്ഹാഖുൽ മുഅ്തമൻ മയ്യത്തൊക്കെ അടക്കി ഒരു പെട്ടിയിലാക്കിയിട്ട് മദീനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. മദീനയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അവിടെയുള്ള ഗവർണറും ഭരണാധികാരികളും ബന്ധപ്പെട്ടവരുമൊക്കെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മയ്യത്ത് മദീനയിലേക്ക് കൊണ്ടുപോകരുത്, ഇവിടെ അടക്കം ചെയ്യാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മഹദിയെ കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് നിരവധി പ്രയോജനമായിട്ടുണ്ട്. ആ പ്രയോജനം ഇനി മരണാനന്തരവും ലഭ്യമാകാൻ ഈ മക്കബറ ഇവിടെ തന്നെ വേണം. പക്ഷെ അദ്ദേഹം കേട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ അവിടെയാണ്, ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെയാണ്, ഞാൻ എന്തായാലും കൊണ്ടുപോകും. ആളുകൾ കരഞ്ഞു. ആ ഈജിപ്തിന്റെ മണ്ണ് അന്നുറങ്ങിയില്ല. നാളെ നേരം വെളുത്താൽ നബിയുടെ മയ്യത്ത് ഇവിടുന്ന് പോകും. ഈജിപ്ത് തേങ്ങിക്കരഞ്ഞു, ഈജിപ്ത് ഞങ്ങൾ കരഞ്ഞു, പണ്ഡിതന്മാര് കരഞ്ഞു. അത് റബ്ബിന്റെ ദർബാറിലേക്ക് കയ്യുയർത്തി, അല്ലാഹുവേ, ഈ മഹദി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു, മരണാനന്തരവും ഉപകരിക്കാൻ ഈ മയ്യത്ത് ഇവിടെ തന്നെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നീ സഹായിക്കണേ തമ്പുരാനെ. മനമുരുകിയ പാവം മനുഷ്യന്റെ മക്കളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ഹാഖുൽ മുഅ്തമനെ അന്ന് രാത്രി സ്വപ്നത്തിൽ സന്ദർശിച്ചു. ഇസ്ഹാഖുൽ മുഅ്തമൻ എന്ന് പറയുന്ന ഭർത്താവ് മയ്യത്ത് പെട്ടിയിലാക്കി നിസ്കരിച്ച് പിന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങി നിൽക്കുമ്പോ, അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, പേരക്കുട്ടിയോട് പറഞ്ഞു, മോനെ, ആ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ആ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അടുക്കിക്കോ. ഇസ്ഹാഖുൽ മുഅ്തമനോട് നബി തങ്ങൾ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞപ്പോ അവിടെ തന്നെ നഫീസുൽ മിസ്രിയെ അടക്കി. നോക്ക് നിങ്ങൾ, ആ നഫീസുൽ മിസ്രിയുടെ മഖബറ അവിടെയുണ്ട്. 10 കിലോമീറ്റർ ഓൾഡ് പള്ളി,
കെയ്റോയിലെ ഓൾഡ് പള്ളി ഇമാം ഷാഫി തങ്ങൾ ദർസ് നടത്തിയ പള്ളി. ആ പള്ളിയിൽ വെച്ച് ഇമാം ഷാഫി തങ്ങൾ മരിച്ചപ്പോ ഇമാം ഷാഫി തങ്ങളെ മയ്യത്തെ കൊണ്ടുപോയി അങ്ങോട്ട്. എന്തിന്? ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു കരാറുണ്ടായിരുന്നു. എന്താണ് ആ കരാർ? ഞാൻ മരിച്ച മഹദിയെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ഇമാം ഷാഫി തങ്ങളും മഹദിയും തമ്മിലുള്ള ഈ ആത്മീയ ബന്ധം നോക്ക് നിങ്ങൾ. ഇമാം ഷാഫി തങ്ങൾ ആരാ? അള്ളാഹുവിന്റെ ദീനിൽ അഗാധ പാണ്ഡിത്യമുള്ള യംലഉ തിബാഖൽ അർളി ഇൽമ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാൻ. ആ മഹാൻ എന്തിനാ ഒരു പെണ്ണിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്? അതാണ് അള്ളാഹുവിനെ അറിയുന്ന മഹത്തുക്കളുടെ സ്വഭാവം. നമ്മുടെ ഒരു മക്ബറിലേക്ക് പോകാൻ പോലും ഒരു മടി കാണിക്കുന്ന അഹങ്കാരികളാണ്. ഇമാം ഷാഫി തങ്ങൾ ഉച്ചനാണ്, യോഗ്യനാണ്, വലിയ പണ്ഡിതനാണ്. എന്നിട്ടും മഹദിയെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? മഹദി എന്റെ മയ്യത്ത് നിസ്കരിക്കണം. ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു പനി വന്നാൽ പറഞ്ഞേക്കും, അങ്ങോട്ടായ കുട്ടികളെ പറഞ്ഞേക്കും, ഉപ്പും ദ്വാരക്കും. നമ്മളൊക്കെ സംഭവം വളരെ സത്യമാണ്, അല്ലാതെ അതൊക്കെ കെട്ടുകഥകളല്ല. ഇമാം ഷാഫി തങ്ങൾക്ക് രോഗം വന്നാൽ നേരെ പറഞ്ഞേച്ചിട്ട് ബീവി ദുആ ചെയ്യും. ബീവി ദുആ ചെയ്യുമ്പോൾ രോഗം മാറും. അവസാനത്തെ രോഗം വന്ന സമയത്ത് പറഞ്ഞേച്ചപ്പോഴോ അന്ന് ബീഗുണത്തിനായി തെട്ടമിൻ പകരത്തെ അഹദവൻ ലീക്കാൻ അവർക്ക് നൽകിയിടട്ടെണ്ടുത്തേ. ഇനി ദുആ ചെയ്തിട്ട് ഫലമില്ല, പടച്ചവന്റെ ലിഖാഹനീയമായി എന്ന് ബീവി പറഞ്ഞയച്ചു. ശംസുല്ലമ റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് രോഗം വന്നപ്പോ നേരെ പറഞ്ഞിട്ട് തിരുപ്പൻചി മുഹമ്മദ് മുസ്ലിം അടുത്തേക്ക്. തിരുപ്പൻചി ദുആപ്പെടും പലപ്പോഴും അങ്ങനെ. അവസാനം മരിക്കുന്ന ദിവസം അദ്ദേഹം പറഞ്ഞയച്ചു ആളെ. തിരുപ്പൻചി ഉസ്താദിനെ കാണാനേ ഇല്ല. മരണസമയത്തോ അടുത്ത സമയത്തോ അല്പസമയം കഴിഞ്ഞോ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു വിളയിട്ടാൽ കൊയ്യണ്ടേ, അതിന്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഇനി ദുആ ചെയ്തിട്ട് ഫലമില്ല. അതാണ് ബീവിയും പറഞ്ഞത്. ആ വിവരം നേരെ മക്കൾ വന്നിട്ട് ശിഷ്യന്മാർ വന്നിട്ട്, ഉസ്താദേ ഇതുവരെ ബീവി ദുആ ചെയ്തു, ഇന്ന് ദ്വാരക്കണ്ടെന്നാ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞപ്പോ ഇമാം ഷാഫി തങ്ങൾ ചുറ്റും നിൽക്കുന്ന ആളോട് പറഞ്ഞു, അത് വന്ന് പറഞ്ഞ ഉടനെ ചൊന്നസാരം ഓർത്തെനിക്കുള്ള ചലിതന്നൂരത്തെ ചുറ്റു നിൽക്കുന്ന ആളരോടായി ഞാനിതിൽ മാറിത്തേ. ഞാൻ എന്തായാലും ഇതിൽ മരിച്ചു പോകുന്ന ബഹുമാനപ്പെട്ടവർ തന്റെ സദസ്സിലുള്ളവരോട് പറഞ്ഞു, ഞാൻ മരിച്ച എന്ന് വരികിൽ ബീവിയാളെ കൊണ്ടനെ മയ്യത്തെ എണമാൽ തോളൂതിടിക്ക വേണമെൻ വസീയത്തെ. എന്റെ മയ്യത്ത് നിങ്ങൾ ബീവിയെ കൊണ്ടൊന്ന് നിസ്കരിപ്പിക്കണേ. എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ബീവിയെ നിങ്ങൾ പങ്കാളിയാക്കണേ. ഓൾഡ് കെയ്റോ മസ്ജിദിൽ നിന്ന് മയ്യത്ത് കുളിപ്പിച്ച് അവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ബീവിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാവുന്ന തരത്തിൽ അതിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് ഇമാം ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ യാക്കൂബുൽ ബുവൈത്തി തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് ആ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നു. നോക്ക് നിങ്ങൾ. ഇന്ന് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ഈജിപ്തിന്റെ മണ്ണിൽ കെയ്റോയിൽ ഇമാം ഷാഫി തങ്ങളുടെ പള്ളി. ആ പള്ളിയിലേക്ക് കടക്കുമ്പോൾ മഖ്ദൂമിന്റെ ഉസ്താദായ സക്കരിയ അൻസാരി തങ്ങളുടെ മക്ബറ രണ്ടും നിങ്ങൾക്ക് കാണാം. ആ പ്രദേശത്ത് ഇന്നും ആ ആത്മീയ ചൈതന്യം തളം കെട്ടി നിൽക്കുകയാണ്. ഇന്നും അവിടെ ദർസ് നടക്കുകയാണ്. ഈ ദർസാണ് ഇതിന്റെ അസാസ്. ആ മഹത്തുക്കൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പുതുചിന്ത വേണോ? ആരെങ്കിലും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടണോ? തൗഹീദ് മനസ്സിലുണ്ട്. അള്ളയല്ലാത്ത ഒരു ഇലാഹുവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഒരു മൗലിദ് ഓതിയതിന്റെ പേരിൽ, ഒരു മഹാനെ വിളിച്ചതിന്റെ പേരിൽ ഒരു കാരണവശാലും അതിന്റെ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഈ ഇമാം ഷാഫി തങ്ങൾ ആരാണ്? ഇമാം ഷാഫി തങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ. ഇമാം മാലിക് തങ്ങളെ കയ്യിൽ നിന്ന് ഇൽമ പഠിച്ച മഹാൻ. ഇമാം മാലിക് തങ്ങൾ ഇമാം നാഫി തങ്ങളെ കയ്യിൽ നിന്ന് ഇൽമ പഠിച്ചു. ഇമാം നാഫി തങ്ങൾ ഒരു സ്വഹാബിയിൽ നിന്ന് ഇൽമ പഠിച്ചു. ആ സ്വഹാബിക്ക് നബി തങ്ങൾ പകർന്നു കൊടുത്തു. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഇന്നീല അതബറകു ബി അബീ ഹനീഫത, ഞാൻ അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. വഅജീഉ ഇലാ ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് പോകാറുണ്ട്. ഫീ കുല്ലി യൗമിൻ, മിക്ക ദിവസങ്ങളിൽ യഅനി സായിറനായിട്ട് സിയാറത്തിന് വേണ്ടി മാത്രം പോകാറുണ്ട്. ഫൈദാ അറദതു ലി ഹാജ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ജിഅതു ഇലാ ഖബരിഹി, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിലേക്ക് ഞാൻ പോകും. വസഅൽതുല്ലാഹൽ ഹാജത, അല്ലാഹുവിനോട് ഞാൻ എന്റെ ഹാജത്ത് ചോദിക്കും. ഇൻദഹു, അവിടെ വെച്ചുകൊണ്ട്. എന്തിനാ അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യം? ഇമാം ഷാഫി തങ്ങൾക്ക് അറിയില്ല? ഷാഫി തങ്ങൾക്ക് ബോധമില്ല? എന്ത് ഖബറിന്റെ അടുത്ത് എന്ന് ചോദിക്കുന്നത് ഖബർ പൂജയാകുമോ? എന്തിനാ മമ്പുറത്തേക്ക് പോകുന്നത്? എന്തിനാ ഏർവാടിയിലേക്ക് പോകുന്നത്? അവിടെ നടക്കുന്ന ഒരു അനിസ്ലാമിക പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അവിടെ പൂവിട്ട് പൂജിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുന്നില്ല. അവിടെ കൊമ്പിട്ട് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇമാം ഷാഫി തങ്ങളടക്കമുള്ള മഹത്തുക്കൾ എന്തിനാ മക്ബറക്ക് സമീപത്തേക്ക് പോയത്? ഇതേ ഇമാം അബൂ ഹനീഫ തങ്ങൾ എന്തിനാ നേരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദന്റെ മുമ്പിൽ ചെന്നിട്ട് നബി തങ്ങളോട് കൃത്യമായി പരാതിപ്പെട്ടില്ലേ? യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വഹ്തമീ ബിഹിമാക.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റൗദ സന്ദർശിക്കുമ്പോ ലോക നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന മഹാന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഈ മഹത്തായ ഖസീദത്തുൻ നുഅ്മാൻ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഈ ഖസീദ ഇങ്ങനെ ചൊല്ലുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മഹാനവറുകൾ അതിൽ പറഞ്ഞൊരു വാക്കെന്താ? യാ കറമത്തകലിനി യാ കൻസൽ വറ ജുദ്ലി ബിജൂദിക അർദിനി ബിറിളാക. നേരെ തവസ്സുൽ ചെയ്തുകൊണ്ട് നേരിട്ട് ചോദിക്കുകയാണ്, അനത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. അബൂ ഹനീഫ തങ്ങൾ, ഈ അബൂ ഹനീഫ തങ്ങൾക്ക് നബിയെ നിങ്ങളല്ലാതെ ഭൂമിയിൽ ആരുമില്ല. എത്ര മനോഹരമായിട്ടാണ് ആ പറഞ്ഞത്, എത്ര മനോഹരമായിട്ടാണ് ആ പറയുന്നത്. എനിക്ക് നിങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നബി ഷരീഫിന്റെ മുമ്പിൽ മാത്രമല്ല, പൂർവ്വകാല പ്രവാചകന്മാർ തവസ്സുൽ ചെയ്ത കഥകളൊക്കെയും പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരുമായി തവസ്സുൽ ചെയ്ത കഥ പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത മഹത്തുക്കളുടെ കഥ മുഴുവൻ പറയുന്നുണ്ട്. എന്താണ് അർത്ഥം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തല്ലദീ ലമ്മ അതല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസ വഹുവ അബാക. നിങ്ങളുടെ പിതാവാണ് ആദം പോലെ നബിയെ നിങ്ങളെ കൊണ്ട് തവസ്സുലയോ. വബികൽ ഖലീലു ദഅ ഫഅദത നാറുഹു. ഖലീലായ ഇബ്രാഹിം നബി തങ്ങളെ തീയിലിട്ടപ്പോൾ, നിങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ, ഫഅദത നാറുഹു ബർദം വഖദ ഖമദത ബിനൂരി സനാക വഖദാക അയ്യൂബു ലിദുർരിൻ മസ്സഹു ഫൗസില അൻഹു റുഹീന ദഅക. അയ്യൂബ് നബിക്ക് രോഗം മാറിയത് ഇബ്രാഹിം നബിയെ കണച്ചത്, ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ നമ്രൂദിന്റെ തീക്കുണ്ടം അദ്ദേഹത്തിന് എയർ കണ്ടീഷനായത് അങ്ങേ വിളിച്ച് തേടിയപ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ വന്നിട്ട് ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞെങ്കിൽ, അബൂ ഹനീഫ തങ്ങൾ എത്രയോ താഴെ നിൽക്കുന്ന നമുക്ക് എന്താ ഒരു മക്ബറയിലേക്ക് കിടക്കുമ്പോ പേടി? എന്താ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നിയ്യത്ത് നന്നാക്കിയ മഹാന് പടച്ചറപ്പ് കൊടുത്ത കഴിവ് കൊണ്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം? ചില സ്ഥലത്തിനും സന്ദർഭത്തിനും പ്രത്യേകതയില്ലേ? അറഫയിലെ ദുആയുടെ പ്രത്യേകത സ്ഥലത്തിന്റെ പുണ്യം മാത്രമല്ലല്ലോ, ആളുകൾ അവിടെ മുഴുവൻ ഒരുമിച്ച് കൂടുമ്പോഴുള്ള പുണ്യമല്ലേ? ഒരു ദിവസം, ഒരു സമയം, ഒരു സ്ഥലം, അതിന്റെ പുണ്യമല്ലേ അവിടെ ഉള്ളത്? അല്ലെങ്കിൽ അറഫയ്ക്ക് ഈ സന്ദർഭത്തിൽ പോയാൽ പുണ്യം കിട്ടണ്ടേ? നിങ്ങൾ ഇപ്പൊ സൗദിയിൽ പോയി അറഫയിൽ പോയി പ്രാർത്ഥിക്ക്, പുണ്യമുണ്ടോ? നേരെ മറിച്ച് മിനയിൽ പോയി പ്രാർത്ഥിക്കൂ, പുണ്യം മിനക്കാ കൂടുതൽ. എന്താ കാരണം? മിന ഹറമിന്റെ അകത്താ, അറഫ ഹറമിന്റെ പുറത്താ. അറഫ ഹറമിന്റെ പുറത്താ. പക്ഷേ ദുൽഹജ്ജ് 9 അൽ ഹജ്ജു അറഫ. എന്താ കാര്യം? അതിന്റെ കാര്യം, അറഫ എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ ലോകത്തെ മുഴുവൻ സജ്ജനങ്ങളും വന്നു ചേരുമ്പോൾ ആ സമയത്ത്, ആ സ്ഥലത്ത് മുൻകൂട്ടി എല്ലാവരും കൊല്ലത്തെ നേർച്ചയാക്കിയതുപോലെ, നിയ്യത്ത് ചെയ്തതുപോലെ ഓടിക്കൂടുമ്പോ ആ ജനത്തിന്റെയാണ്, ആ ബറക്കത്താണ് അവിടുത്തെ ദുആ തട്ടില്ല. അതാണ് ലഅബന്ന മുസ്ലിഹും ബിമുഹ്സിനിഹിം എന്ന് പറഞ്ഞ, മോശപ്പെട്ടവന് നല്ലവന്റെ കൂടെ കൂടുമ്പോൾ ഗുണം കിട്ടുമെന്ന് പറയുന്ന സംഭവം നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ ഖബർ സന്ദർശനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മഹാന്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുക. അതുകൊണ്ടല്ലേ ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറഞ്ഞത്, ഫസുവാറുഹും യഊദു അലൈഹിം മദദുൻ ഉഖറബിയ്യുൻ. സന്ദർശിക്കുന്ന ആളുകൾക്ക് ഉഖറവിയായ ഒരു സഹായം കിട്ടും. ലാ യുൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ. നിഷേധികൾക്ക് മാത്രമേ അത് നിഷേധിക്കാൻ പറ്റൂ, ഭാഗ്യദോഷികൾ മാത്രമേ നിഷേധിക്കൂ. ഖബറുകൾ പോയി എന്നതുകൊണ്ട് ദീനിന്ന് പുറത്തു പോകുന്ന പേടിക്കണ്ട. നിങ്ങൾ അവിടെ അനിസ്ലാമിക പ്രവർത്തനം ചെയ്യാതിരുന്നാൽ മതി. മഖ്ദൂം തങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തന്റെ പ്രപിതാമഹന്റെ ഖബർ മഖ്ദൂം തങ്ങൾ സ്ഥിരമായി സിയാറത്ത്, പൊന്നാനിക്കര പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേര് കൊടുത്തു. പള്ളിന്റെ പേരെന്ന് സിയാറത്ത്. എന്താ, മഖ്ദൂമിന് സിയാറത്ത് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് സിയാറത്ത് ചെയ്തൂടെ? ഖാദിമീങ്ങൾ മഖ്ദൂമിനേക്കാൾ മേലായപ്പോ എന്താണ് ഇതിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മഖ്ദൂം തങ്ങൾ സിയാറത്ത് ചെയ്തപ്പോൾ കൗമ് ആ പള്ളിക്ക് തന്നെ പേര് കൊടുത്തു. അങ്ങനെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മുബാറക്കായ മനുഷ്യൻ ജീവിതകാലത്തും മരണാനന്തരവും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതല്ലേ? ജാബിർ റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹിർ റജുലി. ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് പടച്ചറപ്പ് നന്നാക്കും. എന്താണ് ആ ഹദീസ്? ഇന്നല്ലാഹ ല യുസ്ലിഹു ബിസ്വലാഹിർ റജുലിൽ മുസ്ലിമി. ഒരു മുസ്ലിം മനുഷ്യന്റെ നന്മ കൊണ്ട് പടച്ചറപ്പ് നന്നാക്കും. വലദഹു വലദ വലദിഹി വഅഹ്ല ദുവൈറതിഹി വറുവൈറാത്തിൻ ഹൗലഹു. മക്കളെ അയൽവാസികളെ ഭയപ്പെടുന്നവരെ ഒരു നല്ല മനുഷ്യന് ഉണ്ടായ എല്ലാവർക്കും അതിന്റെ നന്മ ഉണ്ടാവും. വലാ യസാലൂന ഫീ ഹിഫ്ദില്ലാഹി അസ്സ വജല്ല മാദാമ ഫീഹിം. ആ മനുഷ്യനുള്ള കാലത്തോളം എല്ലാവരും അല്ലാഹുവിന്റെ കാവലായിരിക്കും. ഇപ്പൊ ശൈഖുനാ ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു തുരീഖത്തുകാരനും മേക്കിട്ട് കയറാൻ വന്നില്ലല്ലോ. ഒരാളും വന്നില്ല. ഒരു കാദിയാനിയും വിജയിച്ചില്ല, ഒരു മിശ്രനും വിജയിച്ചില്ല. എല്ലാവരെയും ശരിക്കും ഇങ്ങനെ മില്ലത്തിൽ ഇറക്കി. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ പോലെ വില്ലത്താകുന്ന കോട്ടയിൽ നമ്മളിങ്ങനെ ഇറക്കി നിർത്തിയിട്ട് സമത്തിയുടെ കോട്ടയിൽ ശരിക്കും സംരക്ഷിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ സംരക്ഷിച്ച പോലെ അതൊരു സംരക്ഷണമാണ്. അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. മഴ ഇങ്ങനെ കിട്ടാതെ വരുമ്പോ അത്തരം ആൾക്കാരോട് ചെന്ന് പറഞ്ഞാൽ കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ?
അദ്ദേഹത്തിന്റെ കാലത്ത് നേരിട്ട് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന, പടച്ചോനെ ഞങ്ങൾ നിന്നോട് ഞങ്ങളെ നബിയെ വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു. ഫതസ്ഖീന, ഞങ്ങൾക്ക് നീ മഴ തന്നിട്ടുണ്ട്. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ഞങ്ങൾ നേടതേടുന്നു. ഫസ്ഖീന, ഒന്ന് മഴ തരണേ. ആരാ പറയുന്നത്? ഇമാം ബുഖാരി തങ്ങൾ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് മഴ ചോദിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ വെച്ച് ചോദിച്ചാലും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വെച്ച് ചോദിച്ചാലും മഹാന്മാരെ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ട്. അതാണ് മക്ബറക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. അത് മരിച്ചു കിടക്കുന്നവരോട് ചോദിക്കുകയല്ല, ആ മഹാനല്ല കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുകയാണ്. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. മരണപ്പെട്ട ആളുകൾ കേൾക്കില്ല എന്ന വാദം തെറ്റല്ലേ? ബദറിൽ ശത്രുക്കൾ ഒന്നാകെ കൊല്ലപ്പെട്ട് കൂട്ടിയിട്ട സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ചെന്നുകൊണ്ട് മയ്യത്തുകളുടെ സമീപം ഇരുന്നുകൊണ്ടൊരു ചോദ്യം, ഇന്നാ വജദനാ മാ വഅദനാ റബ്ബുനാ ഹഖാ, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞൊക്കെ സത്യം പൂത്തി, നിങ്ങളൊക്കെ വീണില്ലേ, എന്നോട് നിങ്ങൾ വീഴുമെന്ന് പറഞ്ഞിരുന്നു, ഇന്നിടങ്ങളിൽ ഇന്നവർ വീഴുമെന്ന് പറഞ്ഞിരുന്നു, കൃത്യം. ഖാൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറഞ്ഞത് പുലർന്നുവോ? ചോദ്യം. അപ്പൊ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഉമർ ഫാറൂഖ് തങ്ങൾ അടക്കമുള്ള മഹത്തുക്കൾ ചോദിച്ചു, നബിയെ അവർ കേൾക്കുമോ? മയ്യത്തായില്ലേ? നബി തങ്ങളുടെ മറുപടി, മാ അൻതും ബിഅസ്മഅ ലിമാ അഖൂലു മിൻഹും, ഞാൻ അവരോട് പറയുന്നത് അവരെക്കാൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ അവർ കേൾക്കും, അവർക്ക് കേൾക്കാം. അവർ കേട്ടു. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടു എന്ന് കരുതി എല്ലാവരും ഒരുപോലെ ആകില്ല. മരിച്ചവർ സാധാരണ കള്ളന്മാരായ ജാഹിലീങ്ങൾ മരിച്ചു കിടന്നപ്പോൾ അവർ കേൾക്കുന്ന നബി തങ്ങൾ പറയുന്നത്, ആ മരിച്ചവരെ കേൾപ്പിക്കാൻ പടച്ചറപ്പിന് കഴിയും, അള്ളാഹുവിന് സാധിക്കും. പടച്ചറപ്പ് വിചാരിച്ചാൽ നടക്കും. അത് നടന്നിട്ടുണ്ട് കൃത്യമായി. നിങ്ങൾ നോക്കൂ, വേറൊരു ആയത്തിൽ പറഞ്ഞില്ലേ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് മരിച്ചുപോയ ആളുകൾ മരിച്ചുവെന്ന് പറയുന്നത്, ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്കുറൂൻ, നിങ്ങൾക്കറിയില്ല. മുഹമ്മദ് തക്കി ഉസ്മാനി എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചിട്ട് ലോകത്തെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം ബഗ്ദാദിൽ പോയ ചരിത്രം എഴുതിയിട്ടുണ്ട്. അന്ന് ഇറാഖിന്റെ ചരിത്രം അദ്ദേഹം എഴുതി. ജസ്റ്റിസ് മുഹമ്മദ് തക്കി ഉസ്മാനി, പാകിസ്ഥാൻകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. അദ്ദേഹം 1929 ഒരു സംഭവം പറയുന്നത്. 1929 എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് ബഗ്ദാദിലെ ഔക്കാഫിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഖൈറുള്ള എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അയാളെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ സംഭവം ടൈഗ്രീസിന്റെ തീരത്തൊരു കബറുണ്ടായിരുന്നു. ടൈഗ്രീസിന്റെ തീരത്തുണ്ടായിരുന്ന കബർ അബ്ദുല്ലാഹ് ഇബ്നു ജാബർ തങ്ങളുടെ കബറായിരുന്നു. അബ്ദുൽ ജാബർ എന്ന സ്വഹാബിയുടെ കബർ ആ കാലഘട്ടത്തിൽ ടൈഗ്രീസിന്റെ തീരത്തുള്ള ആ കബറിൽ അദ്ദേഹം കിടക്കുന്നു. അതുപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു തആലയുടെ കബറും കിടക്കുന്നു. ഈ രണ്ടുപേരുടെയും കബർ അവിടെയായിരുന്നു. അങ്ങനെ ആ രാജ്യത്തെ രാജാവിന്റെ സ്വപ്നം, ഈ കബറിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ടൈഗ്രീസിന്റെയും അതുപോലെ തന്നെ ആ പ്രദേശത്തൊരു സൽമാൻ മസ്ജിദിന്റെ അതിന്റെ അടുക്കും ഇവർ കീറി നോക്കി, വെള്ളമൊന്നും ഇങ്ങോട്ട് കയറുന്ന ലക്ഷണമില്ല. അപ്പോൾ പിന്നെ ഈ കബറിലേക്ക് വെള്ളം കയറുന്ന വെറുതെയാണ്. രാജാവ് അത് ഉപേക്ഷിച്ചു പദ്ധതി. വീണ്ടും സ്വപ്നം കണ്ടു. 3 തവണ സ്വപ്നം കണ്ടു. 3 ദിനങ്ങളിലായി ഈ കബറിലേക്ക് വെള്ളം കയറുന്ന സ്വപ്നം കണ്ടപ്പോൾ രാജാവ് പ്രധാനപ്പെട്ട പണ്ഡിത ലോകത്തെ വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച ചെയ്ത് ആ കബർ തുറന്നിട്ട് സൽമാൻ മസ്ജിദിലേക്ക് ആ കബർ മാറ്റാൻ തീരുമാനിച്ചു. സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലയുടെ പേരിലുള്ള ആ പള്ളിയുടെ സമീപത്തേക്ക് കബർ മാറ്റാൻ തീരുമാനിച്ചു. കബർ തുറക്കാൻ തീരുമാനിച്ചു. 929 ആ സംഭവം. അടുത്ത കബർ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഒരു ഹജ്ജോടടുത്ത സമയമായിരുന്നു. ഭൂരിപക്ഷം ആളുകളും പരിശുദ്ധമാക്കിയില്ല. അവരിൽപ്പെട്ട പലരും ഇങ്ങോട്ട് സന്ദേശം കൊടുത്തു, എന്നോ മരിച്ചുപോയ മഹാന്മാരുടെ കബർ തുറക്കുകയാണ്, ഞങ്ങൾക്കതിന് സാക്ഷിയാകണം, തീയതി മാറ്റണം. അഭ്യർത്ഥന മാനിച്ച് തീയതി മാറ്റി. അങ്ങനെ തീയതി മാറ്റി മറ്റൊരു തീയതിക്ക് വെച്ച് ആ കബർ തുറക്കുന്ന സന്ദർഭത്തിൽ ആ തീരത്ത് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി. ഒരു വലിയ ജനാവലിയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ കബർ തുറന്നു. ആ ഹജ്ജിന്റെ വേളയിൽ നിന്ന് മാറ്റിവെച്ച് കബർ തുറന്നപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം, 1300 കൊല്ലത്തിന്റെ ശേഷം കബർ തുറന്നു. ആ കബർ തുറന്നപ്പോൾ ആ കബറിൽ ഒരു കേടുപാടും കൂടാതെ മയ്യത്ത്. ആ മയ്യത്ത് നോക്കി നിന്ന ആളുകളുടെ ദൃക്സാക്ഷി വിവരണം അന്നത്തെ ബഗ്ദാദ് ഔക്കാഫിന്റെ പ്രതിനിധി ആ കൃത്യമായി പറഞ്ഞു കൊടുത്ത സംഭവം തക്കി ഉസ്മാനി ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ആ മയ്യത്ത് മാറ്റിയിട്ട് സൽമാൻ മസ്ജിദിന്റെ സമീപത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് ആ പ്രത്യേകത? ആ മയ്യത്തിനൊന്നും സംഭവിച്ചില്ല. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ, അവര് അവിടെ ജീവിച്ചിരിക്കുകയാണ്. ഉഹദിലെ സംഭവം ജാബർ റളിയല്ലാഹു തആലയുടെ തന്നെയില്ലേ? ജാബർ റളിയല്ലാഹു തആലയുടെ പിതാവ് അബ്ദുള്ള, അദ്ദേഹം ഉഹദിൽ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ കബറൊന്ന് മാറ്റി മറവ് ചെയ്യുമ്പോൾ തലഭാഗത്തെ മുറിവിൽ വെച്ചിരുന്ന കയ്യൊങ്ങെടുത്തപ്പോൾ ഈ മുറിവിൽ നിന്ന് രക്തമൊലിച്ചു എന്ന് ചരിത്രമില്ലേ? ചില ശരീരങ്ങളെ ഒരിക്കലും ഈ ഭൂമി തിന്നൂല. ഭൂമി തിന്നാത്ത പവിത്രമായ ശരീരങ്ങൾ
അള്ളാഹുവിന്റെ റസൂൽ നിഷേധിയായ ഒരു മനുഷ്യനെ കുറിച്ച് അവന്റെ ശരീരം ഭൂമി സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. മറമാടി പുറന്തള്ളും ഉപേക്ഷിച്ച് പോയവരാ മയ്യത്ത്. ഇതൊക്കെ സംഭവങ്ങളല്ലേ? ഈ സംഭവങ്ങളെയൊക്കെ നിഷേധിക്കാൻ കഴിയുമോ നമുക്ക്? ഈ ബറക്കത്തും ഇരിക്കണ്ട. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവരെ കുറിച്ചൊരു മദ്ഹ് നമ്മൾ പാടി എന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ റബീഉൽ അവ്വൽ വരാൻ പോകുന്ന മൗലിദോതും അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ നബി തങ്ങളുടെ മുഖത്ത് നോക്കി അസ്സാനബിന് താബിത്തങ്ങൾ പറഞ്ഞു, ശത്താലഹു മിൻ അംദിഹി ജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാമദു. നേരെ നബി തങ്ങളുടെ മുഖത്ത് നോക്കി ആ പാട്ട് നബി തങ്ങൾ എന്താ ചെയ്ത്? ഹസാൻ പാടിയത് പാടി, ഇനി പാടരുത് എന്ന് പറഞ്ഞു. ഇല്ല, പാടാൻ വേണ്ടി ഒരു പീഠം വെച്ചു കൊടുത്തു, ഇരുത്തിയിട്ട് അഭിനന്ദിച്ചു. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പാടാൻ പറഞ്ഞു. അതിനർത്ഥം എന്താ? നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ആരാബി വന്നുകൊണ്ട് നബി തങ്ങളോട് നേരിട്ട് ശഫാഅത്തിലെ ഫകുല്ലി ഷഫീഅൻ യൗമല അദു ശഫാഅതി സിവാഖുനിൻ അൻ സവാദി ബിൻ ഖാരിബി. ഈ സവാദ് ബിൻ ആരുമില്ലാത്തപ്പോ നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. നബി തങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞോ? അള്ളാഹുവിന്റെ തിരുദൂതർ പറ്റില്ല എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു വരുന്നത്, കാണുന്നതും ചരിത്രം പകർത്തിയതും മുസ്ലിം ലോകം അംഗീകരിച്ചതുമേ സമത്വക്കാർ. അതാണ് സുന്നത്ത് ജമാഅത്ത്. നേരെ മറിച്ച് യാതൊരു തെളിവുമില്ലാതെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ട് ദീനിനെ വളച്ചൊടിക്കുന്നത് ശരിയാണോ? എന്നും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. മക്കത്തും തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ പോലും ഞാൻ ജുമുഅക്ക് കൂടിയപ്പോൾ 2 ബാങ്ക് കേട്ടു. നമ്മൾ എന്തിനെ ഇത് 8 ആക്കി? ബാങ്ക് എന്തിനെ കുറച്ചു? നമ്മൾ ആരിൽ നിന്ന് പഠിച്ചു ഏർപ്പാടിക്കണം? നമ്മൾ എന്തിനെ ഭിന്നിക്കേണ്ടി വന്നത്? ഒരു അന്ധവിശ്വാസത്തെ നമ്മൾ പേറണ്ട, എന്നാൽ യഥാർത്ഥ വിശ്വാസത്തെ നമ്മൾ കുറക്കരുത്. ഇതല്ലേ നമുക്ക് ശരിക്കും വേണ്ടത്? വലിയ വലിയ സ്വഹാബത്ത് പോലും ഒരു മജ്‌ലിസ് നൂർ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ കളിയാക്കുന്നത്? നമ്മൾ എന്തിനാ അതിനെ ചെറുതാക്കുന്നത്? നിങ്ങൾക്കറിയുമോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ആരാ? ഒന്ന് ദുആ ചെയ്താൽ അപ്പോ ഉത്തമ മഹാനല്ലേ അദ്ദേഹം. അങ്ങനത്തെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് വയ്യാതായി, റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് ചരിത്രകാരൻ എഴുതുന്നു, ഫഖദ് അശാറ ഇലാ ഖിസാനതിഹി. അവിടെ ഒരു ഖജനാവ് ഉണ്ടായിരുന്ന പെട്ടി, വലിയ ഖജനാവ്, പണമൊന്നല്ല അതിലുള്ളത്. അദ്ദേഹം ആ ഖജനാവിലേക്ക് ചൂണ്ടിക്കാട്ടി, പറയാൻ വയ്യ, ചൂണ്ടിക്കാണിക്ക് മരിക്കാൻ പോവാ. ചരിത്രകാരന്മാരെഴുതുന്നു, ആ ഖജനാവ് അങ്ങ് തുറക്കപ്പെട്ടു. അഖ്റജൂ മിൻഹാ റിദാഅൻ ഖദീമ. ഒരു പഴയ മുണ്ട് അതിൽ നിന്നെടുത്തു, ഒരു പഴയ മുണ്ട് അത് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് അല്പമൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ആ ബർക്കത്തിന്റെ മുണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, കഫിനൂനി ബിഹാ, എന്നെ കഫൻ ചെയ്യുമ്പോ ഈ മുണ്ടും കൂടി കൂട്ടി കഫൻ ചെയ്യണേ. കാരണം ബദറിന്റെ മണ്ണിൽ ഞാൻ മറമാടുമ്പോ ഈ മുണ്ട് എന്റെ മേലുണ്ടായിരുന്നു. ഈ മുണ്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ബദരീങ്ങളുടെ കൂടെ പൊരുതിയത്. ഇങ്ങനെ ഒരു ദിവസം വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. ഇതെന്റെ കഫൻ പുടവയാക്കണേ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകം താരീഖിലുണ്ട്. ആരായി മനുഷ്യൻ? നേരെ ദുആ ചെയ്താ ഉത്തരം കിട്ടും. അദ്ദേഹം ഇങ്ങനെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോ റോഡിന്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഒരുത്തൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ പ്രമുഖരായ അശ്റഫുൽ മുബശ്ശിരീങ്ങളെ കുറ്റം പറയുന്ന ഉമർ, ഉസ്മാൻ തങ്ങളടക്കമുള്ള ത്വൽഹത്ത് റളിയല്ലാഹു തആല അടക്കമുള്ള ആളുകളെ കുറ്റം പറയുന്നു. ഇദ്ദേഹം നേരെ കയറി ചെന്നു, എന്താ നീ പറയുന്നെന്ന് ചോദിച്ചു. തെറ്റി തീർക്കണ്ടേ? അയാൾ പറഞ്ഞു, എന്താന്ന് ചോദിച്ചു. നീ പറയുന്ന ആളുകൾ ആരാന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ആളുകളെ കുറിച്ചാണ് നീ ഈ കുറ്റം പറയുന്നത്. പറയല്ലടാ മോനെ എന്ന് പറഞ്ഞു. പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഇയാൾ നീ ഒരു പ്രവാചക അല്ല, നീ ആരാ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കെതിരെ ദുആ ചെയ്യും. ഞാൻ അള്ളാഹു, ഇവനൊരു കുലുക്കവുമില്ല. സഅദ് റളിയല്ലാഹു തആല നേരെ പുറത്തിറങ്ങി. അദ്ദേഹം ജാഹിലി എന്ന് പറഞ്ഞ പോലെ അവനോട് തിരിഞ്ഞിട്ട് നേരെ കിതാബിൽ ഉദ്ധരിക്കുന്നു, കൃത്യമായി പറയുന്നു, ഉളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ 2 കൈ പൊക്കി. 2 കൈ പൊക്കി ആ ജനങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് തങ്ങൾ, അല്ലാഹുമ്മ ഇന്നഹു യസ്മു വലിയ്യം മിൻ ഔലിയായിക, അല്ലാഹുവേ നിന്റെ മഹത്തുക്കളാണ് ഇവൻ ചീത്ത വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, പടച്ച റബ്ബേ, ലാ തുഫരിക ഹാദൽ ജംഅ ഹത്താ തറാഹും ഖുദ്റതക, പടച്ച റബ്ബേ നിന്റെ കുദറത്ത് ഇവർക്ക്, ഈ സദസ്സിലുള്ള ആളുകൾക്ക് നിന്റെ കുദറത്തൊന്ന് കാണിച്ചു കൊടുക്കണം. സഅദ് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത് കയ്യന് എടുത്തിട്ടുള്ളൂ. എവിടെ നിന്നോ ഒരു വിരളി പിടിച്ച ഒട്ടകം സാധു ജീവിയാണ്. വിരളി പിടിച്ചാൽ വലിയ അപകടം ഉണ്ടാക്കും. പോത്ത് പോലെ, പോത്ത് സാധു ജീവിയാ. പോത്ത് ഇടഞ്ഞു ഓടി നോക്കണം, പിന്നെ ഓടാൻ സ്ഥലം നമ്മൾ കാണൂല. എന്തോ ഒന്നിങ്ങനെ തെരഞ്ഞു. അപ്പോഴാണ് നടന്നത്, ഇവന്റെ അടുത്തേക്ക് നേരടിച്ചതിട്ട് ഇവരെ 2 അടിയിൽ വെച്ചിട്ട് ഇവനെന്ന് പൊക്കിയിട്ട് ഒറ്റ ഇവൻ ഏതാണ്ടൊരു വാണം പോലെ മേലോട്ട് കയറി തല കുത്തനങ്ങോട്ട് വന്നിട്ട് വീണിട്ട് കുത്തി വന്ന് തലച്ചോര ശരിക്കാണ് കണ്ടു. ഒറ്റ ദ്വാണ്, സഡൻ മറുപടിയാണ്. ആ രീതിയിലുള്ള കഴിവ് പടച്ചിറപ്പ് കൊടുത്ത മഹാനായത്. അല്ലാഹുമ്മ അജിബ് ദഅവതഹു റംയതഹു, നബി തങ്ങൾ ആ മഹാന അനുഗ്രഹം വെച്ചുകൊണ്ട് ദുആ ചെയ്ത അതിന്റെ കാരണവും ചരിത്രമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല.
അത്ര വലിയ വരം നബി തങ്ങൾ കൊടുത്ത മഹാൻ മരിക്കാൻ സമയത്ത് ബദരീങ്ങളെ കൂടെ ബദറിൽ പങ്കെടുത്ത ഒരു തുണിക്കഷ്ണം എന്റെ കഫംപുടവിൽ ഇടണമെന്ന് പറയുമ്പോൾ അതും കൊണ്ടുപോയാൽ ഗുണമുകൊണ്ടല്ലേ അത്? അവൻ മജ്‌ലിസിനൂർ ചെല്ലുമ്പോൾ ഗുണമില്ലേ? മഹാന്മാരുടെ ആധാറുകളിൽ ഗുണമില്ലേ? ആധാറുകളിൽ ഗുണമുണ്ട് എന്നതുകൊണ്ടല്ലേ മുടിയും വെള്ളവും കൊടുത്ത് ഞങ്ങൾ പറ്റിക്കാനെങ്കിലും ചില ആളുകൾക്ക് പറ്റിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യ ആധാറുകളുടെ മഹത്വവും അതിന്റെ അംഗീകാരം കൃത്യമായി പഠിക്കണം. യൂസുഫ് നബി വസല്ലം കൊടുത്ത കുപ്പായം കൊണ്ടുപോയിട്ട് യഅ്കൂബ് നബി തങ്ങളുടെ മുഖത്തിട്ടാൽ ഫർത്തദ്ദ ബസീറ, കണ്ണ് കണ്ടു. നിങ്ങളൊരു കുപ്പായം നിങ്ങളെ വാപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ട് എല്ലാ കാഴ്ചയും പോകൂലേ? രണ്ടും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഈ ബറക്കത്തുകളും ഈ ആത്മീയ സദസ്സുകളും നിഷേധാൻ ധരിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലി നശിപ്പിക്കണോ? അന്ധവിശ്വാസത്തെയും നമുക്ക് ഒരുമിച്ച് കൂടി എതിർത്തുകൊണ്ട് ത്തിന്റെ ഒരു ശരിയായ വശം നമുക്ക് പുലർത്തണോ? ഈ ഫാഷിസ്റ്റുകളും ഈ ഭീകരന്മാരും നശിപ്പിക്കാൻ നടക്കുമ്പോൾ പടച്ചറപ്പിനോട് കാവൽ ചോദിക്കുന്ന, അള്ളാഹുവിനോട് ശരിക്കും നമ്മൾ സഹായാർത്ഥന നടത്തുന്ന പടച്ചറപ്പിനോട് പറയുമ്പോൾ യാ കവിയ മതീൻ ആലിമീൻ, അത് പള്ളിയിൽ ചെല്ലണോ അതോ ഹദ്ദാദ് റാത്തീബ് തെറ്റാന്ന് പറയണോ? നിങ്ങൾ പറ, ആലോചിച്ച് ചിന്തിക്ക്. സമൂഹത്തിന് ശക്തി വേണോ, ഒരുമ വേണോ, അതോ പിളരണോ? ആത്മീയത വേണോ, ചിന്തിക്കണോ? നമ്മളാ ചിന്തിക്കേണ്ടത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആയിരം എല്ലാം പാടില്ല, ഓതാൻ പാടില്ല, തറാവീഹ് ഇരുവരക്കത്ത് ബാങ്ക് പാടില്ല, ഇങ്ങനെ പാടില്ല നശിപ്പിക്കണോ? അതോ ഇല്ലാത്തതൊന്നും കടത്തിക്കൂട്ടാതെ ഉള്ളതൊക്കെ എന്നിട്ട് യഥാർത്ഥ ദീൻ നമുക്ക് മുറുകെ പിടിക്കാണ് സമത്വ കേരളത്തിൽ 90 വർഷമായിട്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 90 വർഷമായിട്ട് ആ പാഠം സമത്വ പകർന്നു കൊടുക്കുന്നത് കൊണ്ടും അതുകൊണ്ടും ജനങ്ങൾ ഇന്നും സമത്വക്കൊപ്പം നിൽക്കുന്നു. നിരവധി സംഭവങ്ങൾ ഇനിയും സൂചിപ്പിക്കാണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആഴമാണ്. പക്ഷേ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ബോധ്യമാകും. അതിന് നല്ല ജീവിതം നയിക്കുന്ന ഒരു തലമുറ പഠിക്കണം. പൂർവ്വഗാമികളായ പലരും, ബാഫക്കിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, അവരൊക്കെ എന്താ ചെയ്തത്? കണ്ണിയത്തുസ്താദ് ശംസുലമ, അവരൊക്കെ എന്താ ചെയ്തത്? പഠിപ്പിക്കുമോ ഈ സമൂഹത്തെ? മഖ്ദൂം തങ്ങളൊരു മൗലിദ് ജനങ്ങൾക്ക് തരുമോ? ഗസാലി ഇമാമിന്റെ മൗലിദ് അദ്ദേഹം ജനങ്ങളോട് പറയുമോ ചൊല്ലാൻ? ജനങ്ങളെ വഴിപിടിപ്പിക്കുന്ന ഒരു കാര്യം മഖ്ദൂം പറയുമോ? ഇല്ല. നമ്മൾ പറഞ്ഞാൽ പിന്നെ ദീനില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസത്തിലെത്തിയ ശേഷം പിന്നെ നമുക്ക് പോകാൻ പാടില്ല. ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ അല്ലാഹുമ്മ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. നേരെ നിന്നിട്ട് പിന്നെ നമ്മൾ പഠിച്ച് സംശയമുള്ളവരാകാൻ പാടില്ല. അതുകൊണ്ട് സംശയാലുക്കൾ ഒന്നുകൂടി ആഴത്തിൽ പഠിക്കുക. എതിർപ്പിന്റെ മനോഭാവം മാറ്റിവെച്ച് പഠന മനോഭാവം കൊണ്ടുവന്നാൽ വാശി പിടിച്ച് പഠിക്കാൻ തയ്യാറാവണം. എന്ത് സംശയം നിങ്ങൾക്കുണ്ടോ? ഞാൻ ചെറുക്കാരോടാ പറയുന്നത്, പള്ളിയിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടോ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ നിങ്ങൾക്ക് സംശയം ജനിച്ചാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇരിക്കുന്നതിന് പകരം പള്ളിയിൽ ഇതായിരിക്കുന്ന ഈ ഉസ്താദുമാർ നിരന്തരം ദീൻ പഠിപ്പിക്കുന്നവർ, അവരെ ഒന്ന് വന്ന് കണ്ട് ഉസ്താദെ എനിക്ക് ഇങ്ങനൊരു സംശയം ജനിച്ചിട്ടുണ്ട്, അതിനൊരു മറുപടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ ഒരു കണ്ടെത്തി തരും, പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കപ്പെടാൻ എളുപ്പമുണ്ട്, നേരെയാകാൻ ആ പ്രയാസം. അതുകൊണ്ടാണ് ഒരു ദിവസം 7 തവണ മുസ്തഖീം എന്ന് ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് സിറാത്ത് മുസ്തഖീമിന്റെ വഴി പഠിക്കുക. സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ യാ അല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മികൾക്കൊക്കെയും സ്വർഗമില്ല. സൽക്കർമ്മം ചെയ്യുന്നവരാണ് സ്വർഗം. കുറെ നന്മ ചെയ്താൽ കുറെ പ്രതിഫലം കിട്ടും. പ്രതിഫലം ചിലപ്പോൾ ഭൂമിയിൽ നിന്നാവാം. അമുസ്ലിക്ക് പ്രതിഫലം കൊടുക്കും നന്മ ചെയ്താൽ. പക്ഷെ സ്വർഗം വേണോ? സ്വർഗം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വിശ്വാസം ശരിയാവണം, ഈമാൻ ശരിയാവണം. അള്ളാഹു നമ്മുടെ ആവട്ടെ. മഹാന്മാർ സഞ്ചരിച്ചാൽ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഇത് സംഘടിപ്പിച്ചവർക്ക് നീ ഖൈർ പുരാനെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും ഒക്കെ ഉണ്ടെന്ന്. ഏതായാലും ഇത്രയും ആളുകൾ ഒന്നിച്ചിരുന്നാണോ നമ്മൾ പെട്ടെന്ന് ദുആ ചെയ്യാം. ഒരു 10 സ്വലാത്തെങ്കിലും എഴുന്നേറ്റ് ഇരുന്നാൽ മതി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്